കഥ തുടരുന്നു. വിൽഫ്രഡിൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായി. അയാളുടെ കൈ അരയിൽ ഉറപ്പിച്ചിരുന്ന റിവോൾവറിലേക്ക് നീണ്ടു ചെന്നു. അയാൾക്ക് മുന്നിൽ കൽക്കെട്ടിൽ ആ മനുഷ്യൻ നിശ്ചലനായി നിൽക്കുകയായിരുന്നു, ഒരു പ്രതിമ പോലെ. ആരാടത്? ശബ്ദം കുറച്ചാണ് വിൽഫ്രഡ് ചോദിച്ചതെങ്കിലും വല്ലാത്തൊരു കട്ടിയുണ്ടായിരുന്നു ആ ശബ്ദത്തിന്. ആഹാ, ജെയിംസ് ആശാനായിരുന്നോ? ഞാനങ്ങ് ഭയന്നു പോയി. ആ ശബ്ദത്തിൻ്റെ ഉടമയെ വിൽഫ്രഡ് തിരിച്ചറിഞ്ഞു. വെടിമണിയാൻ. അയാൾക്കുണ്ടായ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. നിന്നെ തേടി തന്നെയാടാ ഞാനും വന്നത്, അയാൾ പറഞ്ഞു. പോലീസ് നിന്നെ തേടി നടക്കുകയാ. ഞാൻ അറിഞ്ഞാശാനെ, അതുകൊണ്ടാ ഇരുട്ടുന്നതുവരെ കാത്തിരുന്നത്. വിൽഫ്രഡിൻ്റെ ഉള്ളിലെ കുറുക്കൻ ഉണർന്നു. മുന്നോട്ട് ചെന്ന് അയാൾ അവൻ്റെ തോളിൽ കൈവച്ചു. വാടാ, ഇവിടെ ഇരിക്കാം. അവർ ഇരുവരും കൽക്കെട്ടിലിരുന്നു. താഴെ അവരുടെ കാൽക്കീഴിൽ തിരമാലകൾ തല്ലി അലച്ചു. അതിനിടയിൽ മണിയൻ സംസാരിച്ചു. എനിക്ക് മനസ്സവാച കർമ്മണ ഒന്നും അറിയത്തില്ല ആശാനെ. എന്നിട്ടും എന്തിനാ പോലീസ് എന്നെ തിരക്കുന്നത്? അത് അവരുടെ രീതിയാ. അതുപോട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? അതെന്താ ആശാനെ ഇങ്ങനൊരു ചോദ്യം? ഒരു വീടിക്ക് തീ കൊളുത്താനുള്ള സമയം എടുത്തിട്ടാണ് വിൽഫ്രഡ് സംസാരിച്ചത്. അല്ല, ഇനി ലാസറിന് വല്ല കയ്യബദ്ധവും പറ്റിയിട്ടാണോടാ ജോർജ് ഊട്ടി ചത്തത്? മാർത്തയുടെ കാര്യത്തിൽ അവർ തമ്മിൽ നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നതാണല്ലോ. അല്പനേരത്തേക്ക് മണിയനിൽ നിന്ന് മറുപടിയൊന്നും കിട്ടിയില്ല. എന്താണ് മിണ്ടാത്തത്? ഞാനും ചിന്തിക്കുമായിരുന്നു ആശാനെ. ലാസറാശാൻ മുങ്ങി നടക്കാൻ എന്തെങ്കിലും കാര്യം ഇല്ലാതെ വരുമോ? ഉള്ളിൽ നിറഞ്ഞ ആഹ്ലാദം പുറത്തു കാട്ടിയില്ല. ലാസറെക്കുറിച്ച് സംശയത്തിൻ്റെ ഒരു തീപ്പൊരി മണിയൻ്റെ മനസ്സിലേക്ക് വീണിരിക്കുന്നു. അത് നല്ല ലക്ഷണമാണ്. പക്ഷേ പോലീസ് പിടിച്ചാൽ ഇവൻ തന്നെക്കുറിച്ച് പരാമർശിച്ചുകൂടായികയില്ല. അത് അപകടമാണ്. നീ ഒരു കാര്യം ചെയ്യും മണിയാ. ഷാപ്പിൽ പോയി 2-3 കുപ്പി കള്ളും പിന്നെ തിന്നാനുള്ളതും വാങ്ങിച്ചുകൊണ്ട് വാടാ. അത് വേണോ ആശാനെ? ആരെങ്കിലും എന്നെ കണ്ടിട്ട് പോലീസിൽ വിളിച്ചറിയിച്ചാലോ? അങ്ങനെ പോലീസ് വന്നാൽ നിന്നെ ഞാൻ രക്ഷിക്കുമടാ. നീ ഒളിച്ചിരുന്നാൽ ആളുകൾ നിന്നെ സംശയിക്കത്തേയുള്ളൂ. നീ ഷാപ്പിൽ ചെന്നിട്ട് എല്ലാവരോടും സാധാരണ മട്ടിൽ തന്നെ സംസാരിക്കണം. അപ്പോൾ അവർക്ക് നിന്നിലുള്ള സംശയം മാറിക്കൊള്ളും. ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മണിയനും തോന്നി. എല്ലാവരും കാണുക ഇറങ്ങി നടക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ തന്നെ തെറ്റൊന്നും ചെയ്യാത്ത താൻ എന്തിനാ ഒളിവിൽ കഴിയുന്നത്? പോലീസ് കൊണ്ടുപോയി ഇടിച്ചു പിഴിഞ്ഞാൽ പോലും തനിക്ക് അറിയാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് അറിഞ്ഞെന്ന് പറയാനാവില്ലല്ലോ. അഥവാ അങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, എന്നാലും തെളിവ് എവിടെ നിന്നുണ്ടാകും? ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അറിയാതെ ഒരു ധൈര്യം മണിയനുണ്ടായി. കാശുതാ, ഞാൻ പോയിട്ട് വരാം ആശാനെ, മണിയൻ പറഞ്ഞു. വിൽഫ്രഡ് കീശയിൽ നിന്ന് 500-ൻ്റെ ഒരു നോട്ട് എടുത്ത് നീട്ടി. ഇരുട്ടായതിനാൽ അതെത്രയാണെന്ന് മണിയന് കാണാൻ കഴിഞ്ഞില്ല. അതും വാങ്ങി അവൻ ഷാപ്പിന് നേരെ നടന്നു. വിൽഫ്രഡ് ഉള്ളിൽ ചിരിച്ചു. വേറെ നോട്ടുകൾ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ 500-ൻ്റെ നോട്ട് കൊടുത്തു വിട്ടത്. മണിയൻ ഷാപ്പിലെത്തി. പരമോട്ടാ, കള്ളു വേണം. അവൻ്റെ ശബ്ദം കേട്ട് ആളുകൾ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു. മുഖാമുഖം നോക്കി. എല്ലാം അറിയുന്നുണ്ടായിരുന്നെങ്കിലും മണിയൻ അങ്ങനെ ഭാവിച്ചില്ല. അല്ല, ഇതാരാടാ? മണിയനോ? നിന്റെ പേടിയൊക്കെ പോയടാ? അങ്ങോട്ട് വന്ന പരമു തിരക്കി. ഞാനെന്തിനാ പരമോട്ടാ പേടിക്കുന്നത്? ഞാൻ ആരെയും കൊന്നിട്ട് മറ്റുമില്ലല്ലോ. അവൻ കൗണ്ടറിൽ താളം പിടിച്ചുകൊണ്ട് നിന്നു. അതല്ലടാ, ക്രൈംബ്രാഞ്ചുകാർ നിന്നെ തിരക്കിയില്ലേ? അതിനെന്താ, അവരവരുടെ ജോലി ചെയ്യണ്ടേ? പരമുവിന് അത്ഭുതമായിരുന്നു. പകൽ താൻ ഈ വിവരം പറഞ്ഞപ്പോൾ കായലിൽ ചാടാൻ തുടങ്ങിയവനാണ് മണിയൻ. എന്നിട്ടിപ്പോൾ ഇത്ര വേഗത്തിൽ ഇങ്ങനൊരു മാറ്റം ഇവന് എങ്ങനെയുണ്ടായി? സമയമില്ല ചേട്ടാ, കള്ളുതാ. എത്ര വേണം? ഒരു 4. പിന്നെ കപ്പയോ കരിമീനോ താറാവോ പോത്തോ എന്തെങ്കിലുമൊക്കെ എടുത്തോ. പരമു ഒഴിവലിഞ്ഞു. മണിയൻ അവിടെ ഉണ്ടായിരുന്നവരെ നോക്കി ചിരിച്ചു. ഒരു സഞ്ചിയിലാണ് പരമു സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മണിയന് കൊടുത്തത്. സഞ്ചിയുടെ വണ്ടി പോകാറായതാ, ഒന്ന് സൂക്ഷിച്ചോണേ. ആ, അത് വാങ്ങുന്നതിനിടയിൽ അവൻ രൂപയെടുത്ത് നീട്ടി. 500. ഇതെന്നതാടാ, നിനക്ക് ലോട്ടറി വല്ലതും പഠിച്ചോ? പരമു ചോദിച്ചപ്പോഴാണ് അവൻ നോട്ട് ശ്രദ്ധിക്കുന്നത് തന്നെ. ആ, അങ്ങനെ കരുതിക്കോ. പരമു മേശ തുറന്ന് ബാക്കി എണ്ണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ കള്ളു മോന്തിക്കൊണ്ടിരുന്ന ലേലം വിളിക്കാരൻ അന്ത്രു തിരക്കി. നീ എന്താണ് മണിയാ കുറേ കാലമായിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കാത്തത്? എനിക്ക് മനസ്സിലാഞ്ഞിട്ട്. മണീന് ദേഷ്യം വന്നു. ഓ, അവൻ ബാക്കി വാങ്ങി സഞ്ചിയും തൂക്കി ഇറങ്ങിപ്പോയി. ഇവൻ മറ്റാർക്കോ വേണ്ടിയാണ് കള്ളും വാങ്ങി പോകുന്നത്. ഏതാണ്ട് വലിയ ആളായിരിക്കും, ഷാപ്പിൽ നിന്ന് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ. അതാ ഈ 500-ൻ്റെ നോട്ടൊക്കെ ഇങ്ങനെ പറത്തുന്നത്. അന്ത്രു പറഞ്ഞതിന് മറ്റുള്ളവരും സമ്മതം മൂളി. അത് നേരാ, അയാളായിരിക്കും ഇവനെ ധൈര്യം കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നതും. ഇനി ഇവിടെ നടന്ന കൊലപാതകവുമായി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ആർക്കറിയാം. എന്തായാലും നാളെ മുതൽ ഇവൻ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ശരി. അപ്പോഴേക്കും അവൻ കടൽക്കെട്ടിനുള്ളിൽ എത്തിയിരുന്നു. നിന്നെ കണ്ടപ്പോൾ ആളുകൾ എന്തു പറഞ്ഞടാ?
വെടിമണിയൻ സഞ്ചിയിൽ നിന്ന് കള്ളും ഉപദംശങ്ങളും മറ്റുമെടുത്ത് കൽക്കെട്ടിൽ നിരത്തുന്നതിനിടയിൽ വിൽഫ്രഡ് തിരക്കി. ഒന്നും പറയണ്ട എൻ്റെ ആശാനെ, ആ നേരത്തെ അവന്മാരുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ചിലരൊക്കെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ട് വന്നതാ. നല്ല കുറുക്കിക്കൊള്ളുന്ന മറുപടി ഞാൻ കൊടുക്കുകയും ചെയ്തു. മിടുക്കൻ, വിൽഫ്രഡ് ചിരിച്ചു. അതിനിടെ അയാൾ ഒരു കുപ്പി കള്ളെടുത്ത് വായിലേക്ക് കമഴ്ത്തി. 4-5 കവിൾ കുടിച്ചിട്ട് താറാവിറച്ചി കറി വെച്ചതിൽ ഒരു കഷ്ണം എടുത്ത് വായിലേക്കിട്ടു. ഞാനും തുടങ്ങിയിട്ടോ ആശാനെ, മണിയൻ അനുവാദം ചോദിച്ചു. അതിനെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ വാങ്ങുന്നത് എന്തും നിനക്കും കൂടിയാണടാ. തീറ്റയും കുടിയും തുടർന്നു. അതിനിടെ വിൽഫ്രഡ് സൂത്രത്തിൽ തിരക്കി. ഇനി അഥവാ നിന്നെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, ലാസറെക്കുറിച്ച് ചോദിക്കുന്ന കൂട്ടത്തിൽ നീ എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞു കൊടുക്കുമോ? കൊടുത്താൽ തന്നെ എന്താ ജെയിംസ് ആശാനെ? ആശാന് ഇതിലൊന്നും യാതൊരു പങ്കുമില്ലല്ലോ. അവൻ കപ്പ ഇറച്ചിച്ചാറിൽ മുക്കി വായിലേക്ക് വെച്ചു. സംഗതി നേര് തന്നെ. പക്ഷേ നമ്മൾ 3 പേരും കൂടി ഇവിടെ വന്നിരുന്ന് രഹസ്യമായിട്ട് കള്ളു കുടിക്കുകയായിരുന്നു എന്നൊക്കെ നീ പറയില്ലേ? മണിയൻ ഒരു നിമിഷം ചിന്തയിലാട്ടു. പിന്നെ തിരക്കി. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ ആശാനെ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് പോലീസ് ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടാകുമോ? ഇല്ല. അപ്പോൾ പിന്നെ നീ എന്നെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നൊക്കെ പോലീസ് ചോദിക്കില്ലേ? അല്ല, അതിപ്പോൾ മണിയനൊന്ന് പരുങ്ങി. എന്തിനാ ആശാനെ എഴുതപ്പുറം വായിക്കുന്നത്? വിൽഫ്രഡ് ശബ്ദമില്ലാതെ ചിരിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാടാ. എൻ്റെ സ്വഭാവം ഇങ്ങനെയാ, ആവശ്യമില്ലാത്തതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആ, നീ കള്ളു കുടിക്കേ. മണിയൻ കുപ്പിയിൽ അവശേഷിച്ചിരുന്ന് വായിലേക്ക് കമഴ്ത്തി. അതിനിടെ അടുത്ത കുപ്പി കള്ളിൽ വിൽഫ്രഡ് എന്തോ ചേർത്തത് മാത്രം മണിയൻ കണ്ടില്ല. ആ കള്ളുകുപ്പി കൂടി അയാൾ മണിയനെ മുന്നിലേക്ക് നീക്കി വെച്ചു. ഇതുകൂടി കുടിക്കറാ. ആശാന് വേണ്ടയോ? ഞാൻ 2 അകത്താക്കി, നീ 1 ആയുള്ളൂ. മണിയൻ ആ കള്ളുകുപ്പി കയ്യിലെടുത്തപ്പോൾ വിൽഫ്രഡിൻ്റെ മനസ്സിൽ ഒരു വന്യമൃഗം ചുരമാന്തി. കള്ള് ഒരു കാവിൽ കുടിച്ചിട്ട് മണിയൻ പറഞ്ഞു, എന്തോ ഒരു രുചി വ്യത്യാസം പോലെ. പാലക്കോട്ടുനിന്ന് കൊണ്ടുവന്ന കള്ളല്ലേ, എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. അത് നേരാ. സംസാരിച്ചിരുന്ന മണിയൻ ആ കുപ്പി കള്ള് മുഴുവൻ തീർത്തു. എന്തോ എനിക്കൊരു തലക്കറക്കം പോലെ തോന്നുന്നു ആശാനെ, അവൻ പറഞ്ഞു. അത് സാരമില്ലടാ, മൂത്ത കള്ളു കുടിച്ചതിൻ്റെയാ. അതിരിക്കട്ടെ, കള്ള് വാങ്ങിച്ചതിൻ്റെ ബാക്കി രൂപ എന്തിയേ? മണിയൻ പോക്കറ്റ് കൈയിട്ട് അതെടുത്തു കൊടുത്തു. അല്ലെങ്കിൽ നാളെ നിന്റെ പോക്കറ്റിൽ ഈ കാശിരിക്കുന്നത് കണ്ടാൽ ആളുകൾ സംശയിച്ചേക്കും. വളരെ അകലെ എവിടെ നിന്നോ ആണ് വിൽഫ്രഡ് സംസാരിക്കുന്നത് മണിയന് തോന്നി. എന്താണ് അയാൾ അങ്ങനെ സംസാരിച്ചതെന്ന് അവന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നാവ് വഴുതി പോകുന്നു. ശരീരം വെട്ടി വിയർക്കുകയാണ്. തനിക്ക് എന്തൊക്കെയോ സംഭവിക്കുകയാണെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. പക്ഷേ വിൽഫ്രഡിനെ ഒന്ന് തോണ്ടി വിളിക്കാൻ പോലും കഴിയത്തില്ല. ശരീരത്തിലെ ഞരമ്പുകൾ ഒന്നിച്ച് വലിച്ച് പിഴുതെടുക്കുന്നത് പോലെ ഒരനുഭവം. ഹൃദയത്തിനുള്ളിൽ വായു തിങ്ങി വീർത്ത് വീർത്ത് വരുന്നത് പോലെ. ഏതു നിമിഷവും അത് പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥ. ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ലെങ്കിലും മണിയനിലുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയുകയായിരുന്നു വിൽഫ്രഡ്. അവസാനം വികൃതമായ ഒരു ശബ്ദത്തോടെ മണിയൻ മുന്നോട്ട് കമിഴ്ന്നു. പിന്നെ കഴുത്തിറക്കപ്പെട്ട ഒരു കോഴിയെപ്പോലെ പിടഞ്ഞു. അതിനിടെ ശക്തിയിൽ ഓക്കാനിച്ചു. 1-2 കവിൾ ഛർദ്ദിച്ചു. ചോരയുടെയും കടുത്ത വിഷത്തിൻ്റെയും സമ്മിശ്രഗന്ധം അവിടെ നിറഞ്ഞു. രാവിലെ 10 മണിയോടെ സുഫൈജ സീ ഫുഡ്സിൽ ഇരിക്കുകയായിരുന്നു ഇക്ബാൽ മുതലാളി. ആ നേരത്താണ് ഫോൺ ശബ്ദിച്ചത്. അയാൾ റിസീവർ എടുത്ത് കാതോട് ചേർത്തു. സുഫൈജ സീ ഫുഡ്സ്, മിസ്റ്റർ ഇക്ബാലിനെ വേണം. ഒരു കനത്ത ശബ്ദം. അതെ, ഞാൻ ഇക്ബാലാണ്. നിങ്ങൾ ആരെന്ന് പറയൂ. കാർലോസ്. സാർ. പെട്ടെന്ന് ഇക്ബാൽ മുതലാളി വിനയാന്വിതനായി. എന്താണ് സാർ രാവിലെ? എന്താ ആ ലാസറിൻ്റെ കൂട്ടുകാരൻ്റെ പേര്? മണിയനോ? അതെ സാർ. അവൻ ഇതുവരെ ഇവിടെ വന്നില്ലല്ലോ. കടപ്പുറത്തെങ്ങനെ ഉണ്ടോ അവൻ? ഇന്ന് രാവിലെ കണ്ടില്ല സാറേ. പക്ഷേ ഇന്നലെ രാത്രിയിൽ അവനിവിടെ ഉണ്ടായിരുന്നെന്ന് ആരോ പറയുന്നത് കേട്ടു. അത് ശരി. കനത്ത ഒരു മൂളിനോടെ അപ്പുറത്ത് ഫോൺ വെച്ചു. ഇക്ബാൽ മുതലാളിയും തുറന്നു വെച്ചിരുന്ന കണക്ക് പുസ്തകത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അപ്പോൾ ആൽബർട്ട് അങ്ങോട്ട് കടന്നു വന്നു. കടലിൽ നിന്ന് തിരികെ എത്തിയ ശേഷം കുളിയും ഭക്ഷണവും മറ്റും കഴിഞ്ഞായിരുന്നു അവൻ്റെ വരവ്. ഇരിക്കടാ. ഇക്ബാൽ മുതലാളി കസേരയിലേക്ക് കഴിച്ചുകൊണ്ടി. അവനിരുന്നു. ആ മുഖം ഗൗരവപൂർണ്ണമാണെന്ന് മുതലാളി അറിഞ്ഞു. എന്താ ആൽബർട്ടെ? ജോർജ് കുട്ടിയുടെയും ശാന്തയുടെയും മരണത്തിന് പിന്നിൽ ലാസറിനും വെടിമണിയനും മനസ്സറിവുണ്ടോയെന്ന് എനിക്കൊരു സംശയം. അതെന്താ ഇപ്പം പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? കാരണമുണ്ട്. ഇന്നലെ രാത്രിയിൽ മണിയൻ കള്ളു ഷാപ്പിൽ ചെന്നു. എല്ലാം പാഴ്സലാക്കിയാണ് മടങ്ങിയത്. മിക്കവാറും അവൻ അങ്ങനെ ചെയ്യാറുണ്ട് പോലും. പക്ഷേ ഇന്നലെ അവൻ 500-ൻ്റെ ഒരു നോട്ടാണ് അവിടെ കൊടുത്തത്. ഇക്ബാൽ മുതലാളിയുടെ പുരുകം ചുളിഞ്ഞു. കണ്ണുകളിൽ ജിജ്ഞാസ നിഴൽ വീഴ്ത്തി. അവൻ്റെ കയ്യിൽ 500-ൻ്റെ നോട്ട് എവിടുന്ന് വരാനാ? യാതൊരു ജോലിയും ചെയ്യാതെ തെക്ക് വടക്കും നടക്കുന്നവനല്ലേ അവൻ? അതാ മുതലാളി ഞാനും ഓർക്കുന്നത്. അങ്ങനെ അവൻ പണം ചെലവാക്കണമെങ്കിൽ, മിക്കവാറും ഷാപ്പിൽ നിന്ന് പാഴ്സൽ വാങ്ങി കൊണ്ടുപോകണമെങ്കിൽ അവൻ്റെ പിന്നിൽ പ്രബലരായ ആരെങ്കിലും ഉണ്ടായിരിക്കണമല്ലോ. അല്പനേരം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു ഇക്ബാൽ മുതലാളി. വിൽഫ്രഡ് എന്ന ജെയിംസ്
കുറച്ച് അകലെ കൂടി നടന്നു പോകുന്നത് അയാൾ കണ്ടു. നമുക്ക് ഈ സംശയം SP കാർലോസിനോട് പറഞ്ഞാലോ ആൽബർട്ടെ? പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട് മുതലാളി. മണിയനും ലാസ്ട്രോവും നിരപരാധികളാണെങ്കിൽ അവരെ ക്രൈംബ്രാഞ്ചുകാർ തല്ലിച്ചതച്ചാൽ. ആൽബർട്ട് ഒന്ന് നിർത്തി. ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തുടർന്നു. അവർ നിരപരാധികളാണെങ്കിൽ അവസാനം കൊലയാളികൾ മറ്റാരെങ്കിലും ആണെന്ന് തെളിഞ്ഞാൽ അതൊരു പാപമല്ലേ? ആൽബർട്ട് ആ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഇക്ബാൽ മുതലാളി തിരിച്ചറിഞ്ഞു. എന്നാൽ ഇതിനൊരു പോംവഴി എന്താണ്? ആൽബർട്ട് പിന്നെയും എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ചട്ടുകാലൻ കൊച്ചുകുട്ടി മുടന്തി ഓടി വന്നത്. സുഫൈജ സീ ഫുഡ്സിൻ്റെ വാതിക്കൽ എത്തിയപ്പോഴേക്കും അവൻ വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങിയിരുന്നു. എന്താ കൊച്ചുട്ടി? ആൽബർട്ട് സംശയത്തോടെ തിരക്കി. വടക്ക് പൊന്തക്കാടിനടുത്ത് കൽക്കെട്ടിൽ മണിയൻ ചത്തുകിടക്കുന്നു. ആൽബർട്ടും ഇക്ബാൽ മുതലാളിയും ഒരുപോലെ ചാടി എണീറ്റു. നീ കണ്ടോടാ? കണ്ടു. പാമ്പോ മറ്റോ കടിച്ചതാണെന്നാണ് തോന്നുന്നത്. ശരീരത്തിന് നീല നിറം. കാർലോസിനെ ഈ വാർത്ത അറിയിക്കണമെന്ന് ഇക്ബാലിന് തോന്നി. അപ്പോൾ തന്നെ അയാൾ വിളിച്ച് വിവരം പറഞ്ഞു. തങ്ങൾ ഉടനെ വരുമെന്ന് കാർലോസിൻ്റെ മറുപടിയും കിട്ടി. നമുക്കും അങ്ങോട്ട് പോകാം ആൽബർട്ടെ. ഇക്ബാൽ മുതലാളി മേശപ്പൂട്ടി താക്കോലെടുത്തു. ചട്ടുകാലൻ കൊച്ചുകുട്ടി ഇറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു. ആൽബർട്ടും ഇക്ബാലും തിടുക്കത്തിൽ പുറത്തിറങ്ങിയപ്പോൾ വിൽഫ്രഡ് മുന്നിൽ. എങ്ങോട്ട് രണ്ടുപേരും കൂടി? ഒന്നും അറിയാത്തപോലെ അയാൾ തിരക്കി. അപ്പോൾ നീ അറിഞ്ഞില്ലേ ജെയിംസേ? വെടിമണിയൻ ചത്തു. കർത്താവേ! വിൽഫ്രഡ് നെഞ്ചിൽ കൈവച്ചു. എവിടാ? ഞാനും വരുന്നു. അയാളും അവർക്കൊപ്പം കൂടി. മൂവരും തിടുക്കത്തിൽ നടന്നു. പൂഴിമണ്ണ് ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. വടക്ക് പൊന്തക്കാടുകൾക്ക് മുകളിൽ ആകാശത്ത് കാക്കകളും പരുന്തുകളും ധാരാളമായി വട്ടമിട്ട് പറക്കുന്നത് കാണാമായിരുന്നു. തുറയിലെ ഒട്ടുമുക്കാലും ആളുകൾ അവിടേക്ക് പോയി കഴിഞ്ഞിരുന്നു. 10 മിനിറ്റോളം എടുത്തു അവർ അവിടെ എത്തുവാൻ. ആളുകളെ വകഞ്ഞുമാറ്റി അവർ മുന്നോട്ട് ചെന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. കല്ലുകൾക്ക് മുകളിൽ ചത്തു മലച്ചു കിടക്കുന്നു വെടിമണിയൻ. ശരീരത്തിന് കരിനീല നിറം. കണ്ണുകൾ തുറച്ചു നിൽക്കുന്നു. കൈകൾ രണ്ടും തൊണ്ടയിൽ അമർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ ശവത്തിനരികിൽ കാലിയായ കുപ്പികളും ഒരു സഞ്ചിയും പ്ലാസ്റ്റിക് കവറുകളിൽ ആഹാരത്തിൻ്റെയും അവശിഷ്ടങ്ങളും. പാമ്പ് കടിച്ചത് തന്നെ, അല്ലെങ്കിൽ ഈ നിറം വരത്തില്ല. ചായക്കടക്കാരൻ അവറാച്ചൻ തൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തി. ഉള്ളിലുയർന്ന പുഞ്ചിരിയോടെ വിൽഫ്രഡ് ഒളിക്കണ്ണിട്ട് അയാളെ ഒന്ന് നോക്കി. ഇവനെന്തിനാ ഇവിടെ വന്നിരുന്ന് കള്ളു കുടിച്ചത്? ആൽബർട്ടിൻ്റെ സംശയം അതായിരുന്നു. എനിക്കും അതാ മനസ്സിലാകാത്തത്, ഇക്ബാൽ മുതലാളിയും പറഞ്ഞു. ഇവൻ കള്ളു കുടിക്കുമെന്നും കഞ്ചാവ് വലിക്കുമെന്നും ഈ തുറയിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. ചിലർക്ക് എങ്ങനെ മുതലാളി? വിൽഫ്രഡ് സംസാരിച്ചു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ പല സംഭവങ്ങളും. നിർബന്ധിച്ച് ചിലരെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും ഓരോ കാര്യത്തിന്. പിന്നെ കേൾക്കുന്നത് മരിച്ചെന്നായിരിക്കും. അത്തരത്തിൽ എത്രയെത്ര സംഭവങ്ങൾ. മരിക്കാൻ നേരത്തെ അങ്ങനെയാണെന്നാ പഴമക്കാർ പറയുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മൾ മരണത്തിൻ്റെ വായിലേക്ക് ചെന്നു ചാടും പോലും. വിൽഫ്രഡ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പ്രായമായവർക്കാണ് ഇത്തരം അനുഭവമെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ചെറുപ്പക്കാർ. അതിനാരും മറുപടി പറഞ്ഞില്ല. പോലീസ് വാഹനത്തിൻ്റെ മുകളിൽ സകലരും തിരിഞ്ഞു നോക്കി. ഒന്നിനു പിന്നാലെ മറ്റൊന്നുകൂടി. 2 ജീപ്പുകൾ വരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് വിൽഫ്രഡിൻ്റെ അന്തരംഗം മന്ത്രിച്ചു. ജീപ്പുകൾ വന്നു നിന്നു. ആളുകളിൽ ഒരു പിറുപിറുക്കലുകൾ ഉണ്ടാവുകയും അവർ അല്പം അകന്നു മാറുകയും ചെയ്തു. അക്കൂട്ടത്തിൽ വിൽഫ്രഡും പിന്നിലേക്ക് ഓടിയിട്ടു. ഒരു ജീപ്പിൽ ലോക്കൽ പോലീസും അടുത്തതിൽ നിന്ന് ക്രൈംബ്രാഞ്ചുകാരും കൂടി ഇറങ്ങി. ലോക്കൽ പോലീസിൻ്റെ കൂട്ടത്തിൽ CI ശിവരാജനും ASI കാർത്തികേയനും പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ കൂട്ടത്തിൽ SP കാർലോസും CI ലത്തീഫും ഹെഡ് കോൺസ്റ്റബിൾ മദനും. 2 കൂട്ടരും മൃതദേഹം സൂക്ഷ്മമായി പരിശോധിച്ചു. പാമ്പ് കടിച്ച് തന്നെയാവും മരണമെന്ന് അവരും ആദ്യ നിഗമനത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ അതങ്ങോട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ഒരാൾ ഒരുക്കമായിരുന്നില്ല. കാർലോസ്. ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് FIR തയ്യാറാക്കലും ബോഡി ആദ്യം കണ്ടവരെ ചോദ്യം ചെയ്യലും മറ്റും നടന്നു. ഒക്കെ സാധാരണ മട്ടിൽ. കാർലോസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് അകന്നു മാറി നിന്നു. കള്ളുകുപ്പികളിൽ ഉള്ള ഫിംഗർ പ്രിൻറ്റുകൾ എടുക്കണമെന്ന നിർദ്ദേശം അയാൾ നേരത്തെ വച്ചിരുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ലോക്കൽ പോലീസും മടങ്ങി. എന്നാൽ ക്രൈംബ്രാഞ്ച് SPയും സംഘവും അവിടെ ബാക്കി നിന്നു. ആൽബർട്ട് കാർലോസുമായി സംസാരിച്ചു. തൻ്റെ സംശയങ്ങളും പറഞ്ഞു. കാർലോസ് തലകുലുക്കി. ഞാനും അങ്ങനെ സംശയിക്കുന്നു ആൽബർട്ട്. അങ്ങനെയെങ്കിൽ മണിയൻ മരിച്ചത് പാമ്പ് കടിച്ചിട്ടായിരിക്കില്ല സാർ. അമ്പരന്ന് പോയി ആൽബർട്ട്. അപ്പോൾ യെസ്, ഇതൊരു കൊലപാതകമാകാനും സാധ്യതയുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. കാർലോസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. നമ്മുടെ സംശയം ശരിയാണെങ്കിൽ ആൽബർട്ട്, നിന്റെ സഹായം കൂടി എനിക്ക് വേണ്ടി വരും. മനസ്സിലായില്ല സാർ. പക്ഷേ എന്തിനും ഞാൻ ഒരുക്കമാണ്. അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. ഇരിക്കും സാർ. ആൽബർട്ട് ചുറ്റും നോക്കി. അടുത്തെങ്ങും ആരുമില്ല. ഒരു തെങ്ങിൻ്റെ തണലിലായിരുന്നു അവർ. SP കാർലോസ് ഒരു കവിൾ പുക ആഞ്ഞു വലിച്ചുകൊണ്ട് അവനെ അമ്പരിപ്പിക്കുന്ന ആ കാര്യം പറഞ്ഞു തുടങ്ങി. റിസീവറിലൂടെ SP കാർലോസിൻ്റെ കാതുകളിലേക്ക് പിന്നെയും ആ ശബ്ദം ഒഴുകി വീണു.
ഞാൻ ആരെന്നുള്ളതിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല കാർലോസ് സാറേ. നമുക്കുണ്ടാകുന്ന പ്രയോജനമാണല്ലോ മുഖ്യം. ഈ കേസ് ഞാൻ പറയുന്ന രൂപത്തിൽ അവസാനിപ്പിച്ചാൽ താങ്കൾക്ക് 10 ലക്ഷം രൂപയുടെ പ്രയോജനമാവും ഉണ്ടാവുക. കാർലോസിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. തലയ്ക്കുള്ളിൽ തന്ത്രത്തിൻ്റെ കുറുക്കൻ അതിദ്രുതം പ്രവർത്തിച്ചു. സാറേ, എന്താണെന്നൊന്നും പറയാത്തത്? വീണ്ടും ആ ശബ്ദം. എനിക്ക് ഒന്ന് ആലോചിക്കേണ്ട സുഹൃത്തേ. ഓക്കെ, ഞാൻ നാളെ രാവിലെ താങ്കളെ വിളിക്കാം. ശരി. കാർലോസ് ഫോൺ വെച്ചു. ഇപ്പോൾ അയാൾക്ക് ഒരു കാര്യം കൂടി ഉറപ്പായി. കൊല്ലപ്പെട്ടവർ സാധാരണക്കാരനാണെങ്കിലും കൊലയാളിയോ അതല്ലെങ്കിൽ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചവരോ പ്രബലരാണ്, പണമുള്ളവർ. ഒറ്റയടിക്ക് തനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ അത് വ്യക്തമായി. ഇനി ആ പണത്തിലൂടെ താൻ മേലേക്ക് പിടിച്ചു കയറും. പെട്ടെന്ന് ഒരു മറുപടി താൻ പറഞ്ഞാൽ എതിരാളികൾക്ക് സംശയത്തിനിട നൽകും. അതുകൊണ്ടാണ് ആലോചിക്കണമെന്ന് പറഞ്ഞത്. ഇനി രാത്രി സുഖമായി ഒന്നുറങ്ങണം. കാർലോസ് കിടക്കയിൽ വീണു. എന്നാൽ ഒട്ടും ഉറക്കം വരാതെ അപ്പോഴും കടിച്ചു പിടിച്ച ചുരുട്ടുമായി കൈകൾ പിന്നിൽ കെട്ടി അങ്ങിങ്ങ് നടക്കുകയായിരുന്നു ഒരാൾ. അങ്കിൾ ഫ്രെഡി. ആശങ്കയോടെ തോമസും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ആ വിൽഫ്രഡ് ഇതെന്ത് ഭാവിച്ചാ? ചുമ്മാതെ ഓരോരുത്തരെ കൊന്നൊടുക്കുക. എന്നാൽ കൊല്ലാൻ പറഞ്ഞവരുടെ ഒരു രോമത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല താനും. ഇപ്പോഴാണെങ്കിൽ ആ ചെകുത്താൻ കാർലോസ് കേസന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. പോരെ പൂരം. ആരോടൊന്നില്ലാതെയാണ് ഫ്രെഡി പറഞ്ഞതെങ്കിലും തോമസ് മറുപടി നൽകി. നമുക്ക് അയാളൊന്ന് വിളിച്ചു വരുത്തിയാലെങ്കിൽ. എന്നിട്ട് എന്തെടുക്കാനാ? നേരത്തെ പലവട്ടം അവനുമായി നമ്മൾ സംസാരിച്ചതല്ലേ? അഹങ്കാരി. അവന് തോന്നുന്നത് പോലെയേ അവൻ ചെയ്യൂ. ഇനി അബദ്ധത്തിലെങ്ങാനും പിടി വീണുപോയാൽ നമ്മളും കുടുങ്ങും. അക്കാര്യത്തിലാണ് ഇപ്പോൾ എനിക്ക് ആശങ്ക. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. അത് എന്തെന്ന ഭാവത്തിൽ തോമസ് അയാളെ തുറച്ചു നോക്കി. ചുണ്ടിൽ നിന്ന് പൈപ്പ് കയ്യിലെടുത്തിട്ടാണ് അങ്കിൾ അത് പറഞ്ഞത്. വിൽഫ്രഡിനെ അങ്ങ് തട്ടുക. അങ്കിൾ, തോമസ് അമ്പരപ്പോടെ വിളിച്ചു. എന്താ? അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഏതെങ്കിലും പദ്ധതി നിന്റെ ബുദ്ധിയിൽ തോന്നുന്നുണ്ടോടാ? തോമസിന് മറുപടി നൽകുവാൻ കഴിഞ്ഞില്ല. മനസ്സിലെ ചതുരംഗപ്പലയിൽ കരുക്കൾ നീക്കിക്കൊണ്ട് അങ്കിൾ ഫ്രെഡി പിന്നെയും നടത്താൻ തുടർന്നു. ആകാശം കാർമേഘം നിറഞ്ഞതായിരുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിലാവ് എത്തി നോക്കുകയും പെട്ടെന്ന് തന്നെ മറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ചൂണ്ടയിൽ ഇരക്കോർത്തിയിടുമ്പോഴും കുടുങ്ങിയ മീനുകളെ വെള്ളത്തിലേക്ക് അടർത്തിയിടുമ്പോഴും ആൽബർട്ടിൻ്റെ മനസ്സിൽ അവ്യക്തമായൊരു ചിത്രമായിരുന്നു. കട്ടിപ്പുകൈക്കുള്ളിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റേതുപോലെയുള്ള ചിത്രം. അത് അജ്ഞാതനായ ആ കൊലയാളിയാണ്. കാർലോസ് പറഞ്ഞത് പോലെ എങ്കിൽ പ്രൊഫഷണൽ കില്ലർ. തുറയിൽ ഇനിയും ആരുടെയൊക്കെയോ ജീവനെടുക്കാൻ അവൻ തക്കം പാർത്ത് കഴിയുന്നു. അവനെ കണ്ടെത്തണം. ഇനി കുറച്ച് ദിവസം അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കണം താൻ. ആൽബർട്ട് അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് കടലിൽ പോകണ്ടെന്ന് വയ്ക്കാം. ചൂണ്ടക്കയറൊന്ന് അനങ്ങി. ആൽബർട്ട് ചിന്ത വിട്ടുണർന്നു. രാത്രിയിൽ ആ നേരത്തും കട്ട അഷ്റഫിന് മുന്നിലുണ്ടായിരുന്നു ചാണ്ടിക്കുഞ്ഞും ജോൺസണും ആൻഡ്രൂസും. കട്ട അഷ്റഫ് വിളമ്പിയ കോക്ടെയിൽ മൂവരും പതിയെ കുടിച്ചു. ചർച്ച മുഴുവൻ ചെകുത്താൻ കാർലോസിനെ കുറിച്ചായിരുന്നു. 10 ലക്ഷം കിട്ടിയാൽ പുളിക്കുമോ? ഏത് കൊമ്പത്തെ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലും ഇത്രയും തുക യാതൊരു അധ്വാനവും കൂടാതെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വിട്ടുകളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാണ്ടിക്കുഞ്ഞ് ഒരു കോഴിക്കാലെടുത്ത് കടിച്ചു പറിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. നാളെ രാവിലെ നമ്മൾ വിളിക്കുമ്പം നോക്കിക്കോ, അയാൾ പറയും. എത്രയും വേഗം കാശങ്ങ് കൊണ്ടുചെല്ലാൻ. ജോൺസണും സമ്മതിച്ചു. ആൻഡ്രൂസിന് മാത്രം അതേക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമില്ലായിരുന്നു. എന്നാൽ അഷ്റഫ് അവരുടെ വാദമുഖങ്ങളെ ഖണ്ഡിച്ചു. കാർലോസിനെ കുറിച്ച് ശരിക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ഇത്ര ലഘുവായി കാണുന്നത്. പണം എറിഞ്ഞ് അത്ര വേഗം കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യക്തിയല്ല അയാൾ. ഇനി അയാൾ പണം കൊടുക്കാൻ പറഞ്ഞാൽ പോലും അതിൽ അപകടം മണക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാണ്ടിക്കുഞ്ഞിൻ്റെ നെറ്റി ചുളിഞ്ഞു. അപ്പോൾ അഷ്റഫ് ഒന്ന് പുഞ്ചിരിച്ചു. കാർലോസിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി അയാൾ പണം വാങ്ങിയാൽ പോലും നമ്മൾ കരുതലോടെ ഇരിക്കണം. അത് കേട്ട് ജോൺസൺ ചിന്തയോടെ താടി ചൊറിഞ്ഞു. മറ്റൊരാൾ കൂടി ആ നേരത്ത് ഉറക്കമില്ലാതെ ഇരിപ്പുണ്ടായിരുന്നു. സാക്ഷാൽ കൊലയാളി വിൽഫ്രഡ്. എങ്ങനെയും കാർലോസ് തന്നെ മണത്ത് പിടിക്കുമെന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊല ചെയ്തിട്ട് 100 കണക്കിന് പോലീസുകാർക്കിടയിലൂടെ രക്ഷപ്പെട്ടു പോന്നിട്ടുള്ളവനാണ് താൻ. ഒരു കൊള്ളിമീൻ പോലെ. പക്ഷേ ഇവിടെ അതല്ല. ഒറ്റയടിക്ക് ശത്രുക്കളെ മുഴുവൻ വകവരുത്തിയിട്ട് തനിക്ക് ഓടി ഒളിക്കാൻ കഴിയില്ല. കൊലപാതകങ്ങൾ സാധാരണ മരണങ്ങൾ പോലെ തോന്നണം. എങ്കിലേ അതേക്കുറിച്ച് അന്വേഷണങ്ങൾ ഉണ്ടാകാതിരിക്കൂ. അന്വേഷണം ഉണ്ടായി കേസ് തെളിഞ്ഞു പോയാൽ തന്നെ ഈ ജോലി ഏൽപ്പിച്ചവരുടെ പദ്ധതികളും പൊളിയും. അത് പാടില്ല. ഇവിടെ എല്ലാം ഒന്ന് മന്ദഗതിയിലാക്കണമെങ്കിൽ ഒരാൾ ഇല്ലാതെയാകണം. ആ കാർലോസ്. സുഫൈജ സീ ഫുഡ്സിൻ്റെ പിന്നിലെ വരാന്തയിലിരുന്ന് വിൽഫ്രഡ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. തിരമാലകളുടെ ശബ്ദം കാതുകളിൽ തല്ലി അലച്ചു. എവിടെയോ ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദം. അയാൾ എഴുന്നേറ്റു. തീരുമാനിക്കപ്പെടുന്ന ജോലികൾ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. വിജനമായ കടൽ തീരത്തുകൂടി കാലുകൾ നീട്ടിവെച്ച് അയാൾ നടന്നു. രാത്രി അവസാനിക്കുവാൻ ഇനി അധിക നേരമില്ല. ക്രൈംബ്രാഞ്ച് SP കാർലോസ് താമസിക്കുന്ന വീട്ടിലെ
ഫോൺ ഇടതടവില്ലാതെ ശബ്ദിച്ചു. കാർലോസ് ഉറക്കമുണർന്നു. ബെഡ്റൂം ലാമ്പ് തെളിച്ചിട്ട് ആദ്യം വാച്ചെടുത്ത് സമയം നോക്കി. 4 മണി. പിന്നീടാണ് റിസീവർ എടുത്തത്. യെസ് സാർ, ഞാൻ തുറയിൽ നിന്നാണ്. ഇവിടെ ഒരു കൊലപാതകം കൂടി നടക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ നാട്ടുകാർ ആ കൊലയാളിയെ കണ്ടുപിടിച്ചു. ഇപ്പോൾ അയാൾ ഒരു വീടിനുള്ളിൽ കയറി വാതിൽ അടച്ചിരിക്കുകയാണ്. ഒറ്റ ശ്വാസത്തിൽ അപ്പുറത്തെ ആൾ ഇത്രയും പറഞ്ഞു. നിങ്ങൾ ആരാണ്? ഞാൻ മുസ്തഫ, ഇക്ബാൽ മുതലാളിയുടെ അനുജനാണ്. ആ മുസ്തഫ, അവൻ രക്ഷപ്പെടാതെ നോക്കണം. ഞാൻ എത്രയും വേഗം എത്തിയേക്കാം. ശരി സാർ. നാട്ടുകാർ ആ വീട് വളഞ്ഞിരിക്കുകയാണ്. എന്തു വന്നാലും രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല സാർ. നല്ലത്. പക്ഷേ ആരും അടുത്തേക്ക് പോകരുത്. അയാളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ കണ്ടേക്കും. ശരി സാർ. റിസീവർ വെച്ചിട്ട് കാർലോസ് ചാടി എണീറ്റു. പിന്നെ SI ലത്തീഫിനോടും ഹെഡ് കോൺസ്റ്റബിൾ മദനോടും ഫോണിലൂടെ വിവരം പറഞ്ഞു. എത്രയും വേഗം ജീപ്പുമായി എത്തിച്ചേരാനും നിർദ്ദേശിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പല്ലുതെപ്പും മുഖം കഴുകലുമൊക്കെ കഴിഞ്ഞ് കാർലോസ് യൂണിഫോം അണിഞ്ഞു. റിവോൾവർ എടുത്ത് അതിൽ വിരകളുണ്ടെന്ന് ഉറപ്പുവരുത്തി വീടിന് പുറത്തു വന്നു. വാതിൽ പൂട്ടി താക്കോൽ കീശയിലിട്ടിട്ട് സിറ്റൗട്ടിൽ അക്ഷമയോടെ കാത്തുനിന്നു. ജീപ്പ് അവിടെ ഇടാഞ്ഞതിൽ ഇപ്പോൾ അയാൾക്ക് കുണ്ഠിതം തോന്നി. അസ്വസ്ഥതയോടെ അയാൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. തുറയിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായും ആ കൊലയാളി ശ്രമിക്കും. അതിന് എത്ര പേരുടെ ജീവനെടുക്കാനും അയാൾ മടിച്ചെന്ന് വരില്ല. അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കാർലോസിന് അസ്വസ്ഥതയേറി. പെട്ടെന്ന് തൻ്റെ ശരീരത്തിൽ ഒരു ചുവന്ന പൊട്ടുപോലെ വെളിച്ചം പതിഞ്ഞത് അയാൾ കണ്ടു. കാർലോസിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഒരു ചുവന്ന വെളിച്ചം അയാളുടെ ശരീരത്തുകൂടെ മുകളിലേക്ക് നീങ്ങി നെറ്റിയിൽ പതിഞ്ഞു. കാർലോസ് തെന്നി മാറിയപ്പോൾ ഭിത്തിയിൽ ആ വെളിച്ചം തട്ടി. അയാൾ വെളിച്ചത്തിൻ്റെ നേരെ എതിർദിശയിലേക്ക് നോക്കി. അവിടെയും കണ്ടു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിൻ്റെ വലിപ്പത്തിൽ ഒരു ചുവന്ന പൊട്ട്. അതൊരു ടെലിസ്കോപ്പിക് ഗണ്ണാണെന്ന് കാർലോസ് തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് അയാൾ സിറ്റൗട്ടിലെ ലൈറ്റ് അണച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഭിത്തിയിൽ തറഞ്ഞ ചുവപ്പ് വെളിച്ചവും മാഞ്ഞു. ഇരുളിൽ മതിലിനടുത്തേക്ക് നീങ്ങുന്നതിന് ഇടയിൽ തന്നെ ക്രൈംബ്രാഞ്ച് SP കാർലോസ് ഒരു റിവോൾവർ വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. താൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ പ്രൊഫഷണൽ കില്ലർ തന്നെയാണ് മുന്നിലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അയാളുടെ ഇരുണ്ട രൂപവും കയ്യിലിരിക്കുന്ന തോക്കും ഇപ്പോൾ വ്യക്തമായി കാണാം. കാർലോസ് ഒന്ന് നിന്നു. ഒരു ബുള്ളറ്റിന് അയാളെ വീഴ്ത്താമെന്നേയുള്ളൂ. പക്ഷേ മരിക്കാനിടയായി അയാളുടെ നാവിൻ തുമ്പിൽ കുരുങ്ങിക്കിടക്കുന്ന രഹസ്യങ്ങളും അതോടെ അറിയാൻ പറ്റാതെയാവും. അത് പാടില്ല. മതിലിനോട് ചേർന്ന് അയാൾ ശബ്ദം ഒട്ടും കേൾപ്പിക്കാതെ മുന്നോട്ടെടുത്തു. മതിലിന് അപ്പുറത്ത് എന്തിനോ കയറി നിൽക്കുകയാണ് അയാൾ. അരയ്ക്ക് മുകളിലുള്ള ഭാഗം മാത്രമേ മതിലിന് പുറത്തു കാണൂ. കാർലോസിൻ്റെ സിറ്റൗട്ടിലേക്ക് തന്നെ തോക്ക് ചൂണ്ടി ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നതിനാൽ തൊട്ടടുത്തെത്തിയ അപകടത്തെ അയാൾ തിരിച്ചറിഞ്ഞില്ല. കാർലോസ് അയാളുടെ തൊട്ടുമുന്നിൽ മതിലിന് ഇപ്പുറം എത്തിക്കഴിഞ്ഞു. 8 അടിയോടടുത്ത ഉയരമുണ്ട് മതിലിന്. ഒരു കുതിപ്പിന് ആ തോക്കും അയാളും ഇപ്പുറം വീഴണം. എങ്കിലേ പിടികൂടാൻ പറ്റൂ. പക്ഷേ ഒറ്റച്ചാട്ടത്തിന് അത്രയും ഉയരത്തിലെത്താൻ കഴിയില്ലെന്ന് കാർലോസിന് അറിയാമായിരുന്നു. അയാൾ ആ മനുഷ്യൻ്റെ തോക്ക് പിടിച്ച കൈക്ക് നേരെ റിവോൾവർ ചൂണ്ടി. ട്രിഗർ വിരലമർന്നു. ഒപ്പം മുകളിൽ നിന്ന് ഹൃദയം പിളർന്നത് പോലെയുള്ള ഒരലർച്ച. കാർലോസ് തെന്നി മാറി. താൻ നിന്ന ഭാഗത്ത് ഒരു ഇരുമ്പ് സാധനം വന്നു വീണത് അയാൾ അറിഞ്ഞു. അയാളുടെ തോക്ക്. കാർലോസ് അത് ശ്രദ്ധിക്കാതെ മതിലിലേക്ക് ചാടിക്കയറി. അപ്പുറത്തുകൂടി ഓടിയാകുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത്. ആ നേരത്ത് ഗേറ്റ് കടന്ന് 2 പ്രകാശഗോളങ്ങൾ അകത്തേക്ക് വന്നു. ഒരു ജീപ്പ്. SI ലത്തീഫും ഹെഡ് കോൺസ്റ്റബിൾ മദനും. സാർ, അവർ വിളിക്കുന്നത് അയാൾ കേട്ടു. ഇവിടേക്ക് വരീൻ. അവർ വന്നു. ലത്തീഫിൻ്റെ കയ്യിൽ ടോർച്ചുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ തറയിൽ കിടക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ അവർ കണ്ടു. ആരുടേതാണ് സാർ ഇത്? ഇരുവരും അമ്പരപ്പോടെ അയാളെ നോക്കി. നമ്മൾ തേടുന്ന കൊലയാളിയുടേത്. അയാൾ പുഞ്ചിരിച്ചു. മദൻ ഒരു കർച്ചീഫ് കൂട്ടിപ്പിടിച്ച്. തോക്കെടുത്തോളൂ. കൊലയാളിയുടെ ഫിംഗർ പ്രിൻ്റ് അതിൽ നിന്ന് കിട്ടിയേക്കും. സാർ. മദൻ തോക്കെടുത്തു. അതുമായി അവർ തിരികെ കെട്ടിടത്തിലെത്തി. കാർലോസ് താക്കോലെടുത്ത് വാതിൽ തുറന്നു. കമീൻ. സാർ, അപ്പോൾ കടൽ തീരത്ത് പിടിച്ചു വച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ കൊലയാളി? ലത്തീഫിന് സംശയം. അതൊരു നാടകമാവും മിസ്റ്റർ ലത്തീഫ്. കടൽ തീരത്ത് കൊലയാളിയെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ വെടിവെച്ചിടാൻ എളുപ്പമാണല്ലോ. ഗ്ലാസ് എടുത്തണിഞ്ഞുകൊണ്ട് കാർലോസ് ആ തോക്ക് പരിശോധിച്ചു. ജർമ്മൻ നിർമ്മിതമായിരുന്നു അത്യന്താധുനികമായ ആ ടെലിസ്കോപ്പിക് ഗൺ. അയാളത് സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. രാവിലെ കടലിൽ നിന്നെത്തിയ ആൽബർട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ വിൽഫ്രഡ് എതിരെ വരുന്നു. അയാളുടെ വലത് കൈയിൽ ഒരു കെട്ടുണ്ടായിരുന്നു. എന്താ ജെയിംസേ, തൻ്റെ കൈക്ക് എന്ത് പറ്റി? ആൽബർട്ട് തിരക്കി. ഒന്നും പറയണ്ട ചായ. ഒന്ന് വീണു. കല്ലിൽ കൈ തട്ടി മുറിയുകയും ചെയ്തു. നീ വരുന്നോ വീട്ടിലേക്ക്? ഇപ്പോഴില്ല, പിന്നെ വരാം. വിൽഫ്രഡ് നടന്നു പോയി. ആൽബർട്ട് ഒരു നിമിഷം അയാളെ തന്നെ നോക്കി നിന്നു. രാവിലെ ഏത് നിമിഷവും തൻ്റെ ഫോൺ ശബ്ദിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു SP കാർലോസിന്. കാരണം എതിർപക്ഷത്തുള്ളവർ അക്ഷമരാണ് എന്ന കാര്യം ഉറപ്പാണ്. തൻ്റെ വലയിൽ കൊലയാളി വീഴും മുൻപ് തന്നെ അവിടെ അധീനതയിലാക്കാനാണ് നീക്കം. ഹോട്ടലിൽ നിന്ന് വരുത്തിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാർലോസ് വാച്ച് നോക്കി. സമയം 9:30.
ചായയും കഴിച്ച് എഴുന്നേറ്റപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു. കാർലോസ് ചെന്ന് റിസീവർ എടുത്തു. യെസ് കാർലോസ്. സാർ, ഇന്നലെ വിളിച്ചയാളാണ്. താങ്കൾ എന്ത് തീരുമാനിച്ചുവോ ആവോ? വാക്കുകളിൽ വല്ലാത്തൊരു ഭവ്യതയുണ്ടായിരുന്നു. മരിച്ചവർ മരിച്ചെങ്കിലും കൊലയാളിയെ തുറന്നങ്ങനെ വിടുന്നത് ശരിയാണോ മിസ്റ്റർ? താങ്കൾക്ക് എന്നെ എന്ന് വിളിക്കാം. ഓക്കെ മിസ്റ്റർ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ മറുതലയ്ക്കിൽ നിന്ന് പതിഞ്ഞ ഒരു ചിരി കേട്ടു. കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ തുറന്ന് പറഞ്ഞിരുന്നു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ചോദിച്ചെന്നേ ഉള്ളൂ. അതുപോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറണം എന്നതാണല്ലോ നിങ്ങളുടെ ആഗ്രഹം? അതെ സാർ. എത്ര രൂപ അതിനായിട്ട് തരാമെന്നാണ് പറഞ്ഞത്? 10 ലക്ഷം. സോറി മിസ്റ്ററെ, 10 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് ഒന്നുമല്ലെന്നറിയാമല്ലോ. ആവശ്യക്കാർ നിങ്ങളായതുകൊണ്ട് കുറേ കൂടി നഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വരും. മനസ്സിലായില്ല? 20 ലക്ഷം തന്നാൽ ഞാൻ നിങ്ങളെ അനുസരിക്കാം. അയ്യോ, അത് വളരെ കൂടുതലാണ് സാർ. എങ്കിൽ നമുക്ക് ഈ ബിസിനസ് ഇവിടം കൊണ്ട് നിർത്താം. പറഞ്ഞതും കാർലോസ് ഫോൺ വെച്ച് കളഞ്ഞു. ഇനിയാണ് കളി. ഏത് നിമിഷവും അവർ വിളിച്ചെന്നിരിക്കും. അയാൾ റിസീവർ എടുത്ത് താഴ്ത്തി വെച്ചു. അവർ കുറച്ചൊന്ന് ബുദ്ധിമുട്ടട്ടെ, എങ്കിലേ തന്നെക്കുറിച്ച് ഒരു വിശ്വാസം തോന്നും. താൻ ലക്ഷ്യത്തോട് വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നൽ കാർലോസിനുണ്ടായി. 10 മിനിറ്റുകൾക്കുള്ളിൽ അയാൾ യൂണിഫോം അണിഞ്ഞു. പിന്നീട് റിസീവർ എടുത്ത് നേരെ വെച്ചു. ആ നിമിഷം തന്നെ ബെൽ മുഴങ്ങി. കാർലോസ് നേരത്തെ ചിരിയോടെ അറ്റൻഡ് ചെയ്തു. യെസ് സാർ, ആണ്. കുറച്ച് നേരമായിട്ട് ശ്രമിക്കുന്നു, താങ്കളെ കിട്ടിയില്ല. അതിന് കാർലോസ് മറുപടി നൽകിയില്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയൂ, ഞാൻ അല്പം തിരക്കിലാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സാർ. 20 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു തുകയാണ്. ഇത് പറയാനാണോ വിളിച്ചത്? അല്ല സാർ, നമുക്കൊരു ധാരണയിലെത്താം. ഞങ്ങൾ 15 ലക്ഷം തരും. പറ്റില്ല. അതിന് നിങ്ങൾ വേറെ ആളിനെ നോക്കണം. 20-ൽ ഒറ്റ രൂപ കുറഞ്ഞാൽ എന്നെ കിട്ടില്ല. സാർ, ഫോൺ വയ്ക്കല്ലേ? അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. മൗത്ത് പീസ് അടച്ചു പിടിച്ചുകൊണ്ട് ആൾ മറ്റാരോടോ സംസാരിക്കുകയാണെന്ന് കാർലോസിന് തോന്നി. അവസാനം വീണ്ടും ശബ്ദം കേട്ടു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു സാർ. ഓക്കെ, പക്ഷേ പണം എപ്പോൾ, എവിടെ വെച്ച് തരാം എനിക്ക്? നാളെ കഴിഞ്ഞ് അങ്ങ് എത്തിക്കും. അതിനു മുൻപ് കൊലയാളി എൻ്റെ വലയിലായി കഴിഞ്ഞാൽ പിന്നീട് ഈ ബിസിനസ് കൊണ്ട് കാര്യമില്ല. പണം കയ്യിൽ കിട്ടുന്നതുവരെ ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നവരാണോ എന്നറിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നതിന് മുമ്പ് ഞങ്ങൾ പണം അവിടെ എത്തിച്ചിരിക്കും സാർ. താങ്ക് യു. പക്ഷേ പണം കിട്ടുന്ന നിമിഷം മുതലേ നമ്മുടെ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ശരി. അപ്പുറത്ത് ഫോൺ വെച്ചിട്ട് കട്ട അഷ്റഫ് പല്ലുകൾ അമർത്തി ഞെരിച്ചുകൊണ്ട് ചാണ്ടിക്കുഞ്ഞിനോട് പറഞ്ഞു. 20-നാണ് ആ കഴിവേട്ടമാൻ പണ്ടാരമടക്കിയത്. എത്രയും വേഗം നമ്മൾ പണം അങ്ങെത്തിക്കണം, അല്ലെങ്കിൽ അയാൾ വിൽഫ്രഡിനെ പൊക്കിയാലോ? 20 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് കോടികൾ മുടക്കിയാലും പിന്നീട് പ്രയോജനമുണ്ടായില്ലെന്ന് വരും. ചാണ്ടിക്കുഞ്ഞ് ചിന്തയോടെ തലയാട്ടി. വാസ്തവത്തിൽ ഈ പണം മുഴുവൻ ഫ്രെഡി അങ്കിളിനെ കൊണ്ടാണ് കൊടുപ്പിക്കേണ്ടത്. കാരണം ആ വിൽഫ്രഡിനെ ഇതിനായിട്ട് നിയോഗിച്ചത് അയാൾ ഒരുത്തനാണ്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അഷ്റഫ് എണീറ്റു. എനിക്ക് മാനേജർ വരെ പോകണം. അവിടെ ഒരു ഓപ്പറേഷൻ നടത്താനുണ്ട്. ശരി. ചാണ്ടിക്കുഞ്ഞ് അഷ്റഫിന് കൈ കൊടുത്തു. 10 മണിയോടെ കാർലോസിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ സംഘം തുറയിലെത്തി. കാർലോസ് നേരെ എത്തിയത് ഇക്ബാൽ മുതലാളിയുടെ സുഫൈജ സീ ഫുഡ്സിലാണ്. വിൽഫ്രഡ് അകലെ വെച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ ജീപ്പ് കാണുകയും സൂത്രത്തിൽ അവിടെ നിന്നും വലിയുകയും ചെയ്തു. ഇക്ബാൽ മുതലാളിക്ക് രാത്രിയിലത്തെ തിരക്കൊഴിഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ കാർലോസിനെ സ്വീകരിച്ചിരുത്തി. മുതലാളിക്ക് ഒരു അനുജനുണ്ടോ? മുഖവര കൂടാതെ തന്നെ കാർലോസ് തിരക്കി. ഇല്ലല്ലോ. എന്താ സാറേ കാര്യം? ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ഫോൺ വന്നു. കാർലോസ് കാര്യം ചുരുക്കി പറഞ്ഞു. ഇക്ബാൽ മുതലാളിയുടെ നെറ്റി ചുളിഞ്ഞു. അപ്പോൾ അതെന്തോ ചതിയായിരുന്നല്ലോ സാറേ? അതെ, എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് വരാതിരുന്നത്. അതിരിക്കട്ടെ, ലാസ്റ്ററെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. കാർലോസ് ഒന്ന് അമർത്തി മൂളി. ആൽബർട്ട് അപ്പോൾ അവിടേക്ക് വന്നു. കാർലോസിനെ കണ്ട് അയാൾ ചിരിച്ചു. സാർ വന്നെന്നറിഞ്ഞിട്ട് വന്നതാ ഞാൻ. എന്തെങ്കിലും വിശേഷമുണ്ടോ ആൽബർട്ടെ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ. ആൽബർട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി. പറയൂ. ഇക്ബാൽ മുതലാളിയെ ഒന്ന് നോക്കിയിട്ട് ആൽബർട്ട് പറഞ്ഞു. അല്പം മുമ്പ് ഒരാൾ വന്ന് അവറാച്ചേൻ്റെ ചായക്കടയിൽ ഒരു വിൽഫ്രഡിനെ കുറിച്ച് തിരക്കി. അങ്ങനെ ആരും ഈ തുറയിലില്ലെന്ന് പറഞ്ഞിട്ടും ആഗതൻ സമ്മതിച്ചില്ല. അങ്ങനെ ഒരാൾ ഇവിടെയുണ്ടെന്ന് അയാൾ തീർത്തു പറയുന്നു. കാർലോസ് ചാടി എഴുന്നേറ്റു. വിൽഫ്രഡ്. അങ്ങനെ ഒരാൾ ഈ തുറയിലുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊലയാളി അയാൾ തന്നെയാണ്. കാരണം ഈ വിൽഫ്രഡ് ഉണ്ടല്ലോ, അയാൾ ഒരു പ്രൊഫഷണൽ കില്ലറാണ്. ഇന്റർപോൾ പോലും നോട്ടമിട്ടിരിക്കുന്നയാൾ. ആൽബർട്ടും ഇക്ബാൽ മുതലാളിയും അമ്പരപ്പോടെ മുഖാമുഖം നോക്കി. ആട്ടെ, അയാളെ തേടി വന്ന മനുഷ്യനെവിടെ? അവറാച്ചിൻ്റെ ചായക്കടയിലുണ്ടായിരുന്നു. എങ്കിൽ വരൂ, നമുക്ക് അവനെ പിടിക്കണം ആദ്യം. കാർലോസ് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞു. പിന്നാലെ ആൽബർട്ടും. ക്രൈംബ്രാഞ്ച് SP കാർലോസും ആൽബർട്ടും കൂടി അവറാച്ചിൻ്റെ ചായക്കടയിലേക്ക് കയറി ചെന്നു. കുറച്ച് മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു.
അവർ പെട്ടെന്ന് എഴുന്നേറ്റ് ഭവ്യതയോടെ നിന്നു. ആൽബർട്ട് കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി നോക്കി. നേരത്തെ വിൽഫ്രഡിനെ തിരക്കി വന്നയാളിനെ കണ്ടില്ല. അയാളെക്കുറിച്ച് ആൽബർട്ട് അവറാച്ചനോടും അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ളവരോടും തിരക്കി. അയാൾ അപ്പോൾ തന്നെ പോയി ആൽബർട്ടെ, അവറാച്ചൻ കാർലോസിനെ നോക്കിയിട്ട് സംശയത്തോടെയാണ് പറഞ്ഞത്. ഏത് വഴിക്കാണ് പോയത്? ചോദ്യം കാർലോസിൻ്റെതായിരുന്നു. ചായ എടുക്കുന്ന നേരമായിരുന്നുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല സാറേ. ഒരു ബൈക്കേല അങ്ങേര് വന്നത്. അതേല പോയത്? തെക്കോട്ട്, മറ്റൊരാൾ പറഞ്ഞു. ഇനി അയാളെ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് കാർലോസിന് മനസ്സിലായി. അതിരിക്കട്ടെ, ഈ തുറയിൽ വിൽഫ്രഡ് എന്ന ഒരാളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാർലോസ് പതിയെ മീശ തടവിക്കൊണ്ട് പിന്തിരിഞ്ഞു. വാ ആൽബർട്ടെ. അവരിരുവരും പൂഴിമണ്ണിലൂടെ നടന്നു പോകുന്നത് മറ്റുള്ളവർ സംശയത്തോടെ നോക്കി നിന്നു. കുറേ അകലെ കാർലോസിൻ്റെ കണ്ണിൽപ്പെടാതെ നിന്ന് വിൽഫ്രഡ് എന്ന ജെയിംസ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 3/4 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് കാർലോസും സംഘവും മടങ്ങിയത്. പിന്നെയും കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ വിൽഫ്രഡ് അവറാച്ചൻ്റെ ചായക്കടയിലേക്ക് കയറി ചെന്നു. അച്ചായോ, നല്ല കടുപ്പത്തിലൊരു ചായ. ദാ കൊണ്ടുവരാം. അവറാച്ചൻ അകത്തേക്ക് പോയി. മറ്റാരും കടയിൽ ഉണ്ടായിരുന്നില്ല. വെറുതെ പുറത്തേക്ക് നോക്കി അയാളിരുന്നു. അവറാച്ചൻ ചായ കൊണ്ടുവന്ന് വച്ചിട്ട് തിരക്കി. കഴിക്കാൻ വല്ലതും വേണോ ജെയിംസേ? ആ, ഒരു ബോളിയും എടുത്തോ. അവറാച്ചൻ അതും നൽകി. കൊള്ളാം, ചായയായാൽ ഇത്രയും കടുപ്പം വേണം. അവറാച്ചൻ അഭിമാനത്തോടെ ചിരിച്ചു. ഞാനും ഈ പരുവത്തിലുള്ള ചായയെ കുടിക്കൂ. ആട്ടെ ജെയിംസേ, നീ വിൽഫ്രഡ് എന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അയാളുടെ ഹൃദയത്തിലൂടെ അപകടത്തിൻ്റെ ഒരു കൊള്ളിമീൻ പാഞ്ഞു. എങ്കിലും തൻ്റെ ഉള്ളിലെ ഭാവം പുറത്തു വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല. എന്താ ചായ? അല്ല, അയാളെ തിരക്കി ഇന്നിവിടെ ചിലർ വന്നു. അതാരാ? ആദ്യം വന്നയാളിനെ എനിക്കറിയത്തില്ല. രണ്ടാമത് വന്ന് ആ SP ചെകുത്താനെ. ഉണ്ടായ സംഭവം അത്രയും അവറാച്ചൻ പറഞ്ഞറിയിച്ചു. ഒന്നും മിണ്ടാതെ ഇരുന്ന് ബോളി തിന്നുന്നതിനിടയിൽ വിൽഫ്രഡ് മൂളിക്കേട്ടു. അനന്തരം പണം കൊടുത്തിട്ട് അവിടെ നിന്നിറങ്ങി. ആരാവും തന്നെ തിരക്കി വന്ന ആദ്യത്തെ ആൾ? എത്ര ചിന്തിച്ചിട്ടും വിൽഫ്രഡിന് അതിന് ഉത്തരം കിട്ടിയില്ല. പക്ഷേ പ്രശ്നം അതല്ല. തൻ്റെ പേര് കാർലോസിന് വീണ് കിട്ടിയിരിക്കുന്നു. താൻ ആരാണെന്ന് അയാൾക്കറിയാം, ഉറപ്പ്. ഇനി കൂടുതൽ സൂക്ഷിക്കണം. അയാൾ തൻ്റെ കയ്യിലെ മുറിവിൽ പതിയെ തലോടി. ഇനി കാർലോസ് ജീവിച്ചിരുന്നാൽ താൻ ജീവിതത്തിൽ ആദ്യമായി പിടിക്കപ്പെടും. ഇന്നലെ രാത്രിയിൽ ലക്ഷ്യം പിഴച്ചുപോയി. ഗണ്ണിലെ ലൈറ്റാണ് തന്നെ ചതിച്ചത്. സാരമില്ല, ഒരിക്കൽ കൂടി താൻ ശ്രമിക്കും. അന്ന് ലക്ഷ്യം തെറ്റില്ല. ആ ഉറച്ച തീരുമാനത്തോടെ വിൽഫ്രഡ് നടന്നു. താൻ താമസിക്കുന്ന വീട്ടിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞിരുന്നു കാർലോസ്. ഇന്നത്തെ ദിവസം ഇനി പുറത്തിറങ്ങണ്ട എന്നതായിരുന്നു അയാളുടെ തീരുമാനം. കാരണം തനിക്ക് കൈക്കൂലി തരാൻ വരുന്നയാൾ ഈ കോമ്പൗണ്ടിനുള്ളിലെത്തണം. ലത്തീഫിനെയും മദനെയും ബാക്കി കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാർലോസ് വേഷം മാറി. ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് TV ഓൺ ചെയ്തു. ആ ചാനലിൽ ഒരു ഹിന്ദി പാട്ടായിരുന്നു. നേരം ഉച്ചയോടെടുക്കാറായപ്പോൾ ഫോൺ ശബ്ദിച്ചു. തൻ്റെ പ്രതീക്ഷ തെറ്റിയില്ലെന്ന് കരുതി തന്നെയാണ് ഫോൺ എടുത്തത്. അങ്ങേ തലയ്ക്കൽ പേര് പറയാൻ മടിക്കുന്ന ആ മനുഷ്യൻ തന്നെയായിരുന്നു. ഞാനാണ് സാർ. പണം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താങ്കൾക്ക് ലഭിക്കും. ഇവിടേക്ക് കൊണ്ടുവരുമല്ലോ അല്ലേ? തീർച്ചയായും. ആ വീടിനുള്ളിൽ തന്നെ താങ്കൾക്ക് പണം ലഭിക്കും. കാർലോസ് പെട്ടെന്ന് ജാഗരൂകനായി. അങ്ങേ തലയ്ക്കൽ ഫോൺ വെച്ചു കഴിഞ്ഞ ഉടനെ തൻ്റെ സെൽഫോണിലൂടെ അയാൾ SI ലത്തീഫിനെയും HC മദനെയും വിളിച്ചു വിവരം പറഞ്ഞു. ആ റോഡ് വരുന്ന ഇരുഭാഗങ്ങളിലും വേഷം മാറി അവർ ഉണ്ടെന്ന് അയാൾക്കറിയാം. തുറന്നു കിടന്നിരുന്ന ജനാലയിലൂടെ കാർലോസ് പുറത്തേക്ക് നോക്കി ഒളിഞ്ഞിരുന്നു. ഏതു നിമിഷവും ഒരു വാഹനം പടികടന്ന് വന്നേക്കാം. പക്ഷേ തെറ്റിയില്ല. 10 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഗേറ്റ് കടന്ന് ഒരു ഓട്ടോറിക്ഷ വന്നു. അത് പോർച്ചിനരികിൽ നിന്നു. കാർലോസ് കാത്തിരുന്നു. ബെൽ മുഴങ്ങി. റിവോൾവർ എടുത്ത് അരയിൽ തിരുകിക്കൊണ്ട് അയാൾ കരുതലോടെ വാതിൽക്കിലേക്ക് നീങ്ങി. ആട്ടോയുടെ പിന്നിൽ നിന്ന് ഒരാളിറങ്ങി. മാന്യമായി വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. കാർലോസ് അവനെ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. കുറ്റവാളിയുടെ യാതൊരു ലക്ഷണവുമില്ല. നമസ്കാരം സാർ. അവൻ കൈകൂപ്പി. നമസ്കാരം. അവൻ ആട്ടോയ്ക്കുള്ളിലേക്ക് കൈയിട്ട് ഒരു പെട്ടി വലിച്ചെടുത്തു. പൊടുന്നനെ ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. നാടോടികളെ പോലെ തോന്നിക്കുന്ന 2 പേർ. അവൻ പെട്ടിയുമായി കാർലോസിന് നേരെ വന്നു. പറഞ്ഞതത്രയുണ്ട് സാർ. അവൻ പെട്ടി സിറ്റൗട്ടിൻ്റെ കൈവരിയിൽ ചാരി വെച്ചു. അപ്പോഴേക്കും നാടോടികളും തൊട്ടു പിന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അനങ്ങരുത്. അവർ അവനെ പിടികൂടി. ഈ കാഴ്ച കണ്ട് ആട്ടക്കാരൻ അമ്പരന്നു. കാർലോസ് ചിരിച്ചു. എന്താണ് സാർ ഇതൊക്കെ? താങ്കളെ കാണാൻ വന്ന എന്നെ ഈ നാടോടികൾ? ചെറുപ്പക്കാരൻ ഒന്നും മനസ്സിലാകാത്തതുപോലെ പറഞ്ഞു. നാടോടികളല്ല അവർ, പോലീസുകാരടാ. കാർലോസ് അവന് നേരെ ഒരു റിവോൾവർ ചൂണ്ടി. പണം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങാമെന്ന് നീയൊക്കെ കരുതി അല്ലേ? സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ലത്തീഫ് തിരിഞ്ഞ് ആട്ടോയുടെ നമ്പർ നോക്കിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. മദൻ ചെറുപ്പക്കാരന് നിർദ്ദേശം നൽകി. എടുക്കടാ പെട്ടി, എന്നിട്ട് അകത്തേക്ക് നടക്ക്. അവൻ അനുസരിച്ചു. വിസിറ്റിംഗ് റൂമിലെ ടീപ്പോയിൽ പെട്ടി വഹിച്ചിട്ട് അവൻ്റെ ദേഹപരിശോധന നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും കിട്ടിയില്ല.
കാർലോസ് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. ആരാടാ നിങ്ങളുടെ നേതാവ്? നേതാവോ? കവളടക്കം ഒറ്റടിയായിരുന്നു മറുപടി. ചെവി കേൾക്കില്ലടാ നിനക്ക്? കേൾക്കാം സാർ. എങ്കിൽ പറ, നിങ്ങളുടെ ആ നേതാവ് എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ സത്യമാണ് സാറ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നതും എന്നോട് ഇങ്ങനെ പെരുമാറുന്നതും എന്താണെന്ന് എനിക്കറിയില്ല. ലത്തീഫ് പിന്നിൽ നിന്ന് അവൻ്റെ പുറത്ത് കൈമുട്ടുകൊണ്ട് ഒറ്റയിടി. അമ്മേ, നിലവിളിച്ചു പോയി അവൻ. ഇപ്പോൾ നിനക്കറിയാമോടാ? ഇല്ല. കാർലോസിൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ കൊണ്ടുവന്നത് പെട്ടിയാണെന്നറിയാമോടാ? അറിയാം. ഇതിനുള്ളിൽ പണമാണെന്നറിയാമോടാ? ഇല്ല. ഇല്ലടാ. സത്യമായിട്ടില്ല സാർ. ഓക്കെ. ഇത് തന്നുവിട്ട ആളിനെ അറിയാമോടാ? അറിയില്ല. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ മൂവരും അമ്പരന്നു. പിന്നെ നീ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാടാ? എല്ലാം ഞാൻ പറയാം. ഇനി തല്ലല്ലോ സാറേ, അവൻ യാചിച്ചു. ഇല്ല, പറഞ്ഞോളൂ. കാർലോസ് കസേരയിലിരുന്നു. എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം. കാർലോസ് മദനെ നോക്കി. അയാൾ ജഗ്ഗിൽ നിന്ന് വെള്ളം പകർന്ന് ചെറുപ്പക്കാരന് നൽകി. ആർത്തിയോട് അത് കുടിച്ചിട്ട് പുറം കൈകൊണ്ട് അവൻ ചുണ്ടു തുറച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. ഞാൻ ഷേണായിസ് തിയേറ്ററിനരികിൽ നിൽക്കുകയായിരുന്നു ന്യൂൺ ഷോ കാണുവാൻ. പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് എൻ്റെ അടുത്ത് വന്ന് നിന്നു. അതിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ജീപ്പിൽ കയറാൻ പറഞ്ഞു. എന്തിനെന്ന് തിരക്കിയപ്പോൾ മര്യാദയ്ക്ക് കയറടാ എന്നായിരുന്നു മറുപടി. ഭയന്ന് ഞാനതിൽ കയറി. കുറച്ച് കഴിഞ്ഞ് പ്രസ് ക്ലബ്ബ് റോഡിനടുത്ത് നിർത്തി. പുറത്ത് കിടക്കുന്ന ആട്ടോക്കാരനെ വിളിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഈ പെട്ടിയും തന്നു. പറഞ്ഞത്രയും ഉണ്ടെന്ന് പറയാനും പെട്ടി സുരക്ഷിതമായി ഇവിടെ താമസിക്കുന്ന സാറിനെ ഏൽപ്പിക്കാനും പറഞ്ഞു. കാർലോസും ലത്തീഫും മദനും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. എന്താണ് നിൻ്റെ പേര്? മദനൻ തിരക്കി. സനേഷ്. ആ, നീ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെന്നറിഞ്ഞാൽ എന്നെ കൊന്നോളൂ സാർ. ഇപ്പോൾ കാർലോസിനും ഒരു സംശയം. പെട്ടിക്കുള്ളിൽ പണം തന്നെയാണോ അതോ വല്ല സ്ഫോടക വസ്തുക്കളോ? അതേ സംശയം തന്നെയായിരുന്നു മറ്റുള്ളവർക്കും. സംശയത്തോடு തന്നെ കാർലോസ് പെട്ടിക്ക് നേരെ കൈനീട്ടി. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ക്രൈംബ്രാഞ്ച് SI ലത്തീഫിൻ്റെയും ഹെഡ് കോൺസ്റ്റബിൾ മദൻ്റെയും മുഖം ഉദ്വേഗം നിറഞ്ഞു നിന്നു. SP കാർലോസിലും ഉണ്ടായിരുന്നു ആ ഒരു സംശയം. പെട്ടി തുറക്കുമ്പോൾ ഒരു ബോംബ് പൊട്ടിയാൽ? എന്തായാലും അതിനെ അഭിമുഖീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ അയാൾ ആ പെട്ടിയുടെ ലോക്ക് തുറന്നു. അത് കൊണ്ടുവന്ന സനേഷിൻ്റെ മുഖം രക്തമയം വാർന്നു പോയതുപോലെയായിരുന്നു. കാർലോസ് പെട്ടിയുടെ മുഖം ഉയർത്തി. സകലരിൽ നിന്നും അത്ഭുതം നിറഞ്ഞ ഒരു ശബ്ദമുയർന്നു. പെട്ടിക്കുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന കറൻസി നോട്ടുകളുടെ കെട്ടുകളില്ല. പകരം ഭാരം തോന്നത്തക്ക വിധത്തിൽ ഏതാനും പലക കഷ്ണങ്ങൾ. അതിനുള്ളിൽ ഒരു കവർ. കാർലോസ് അത് എടുക്കുന്നതിനിടയിൽ ലത്തീഫിനെയും മദനെയും നോക്കി. അവർ മിണ്ടിയില്ല. കാർലോസ് തൻ്റെ അഡ്രസ്സിൽ വന്നിരിക്കുന്ന ആ കവർ തുറന്നു. അതിനുള്ളിൽ ഒരു കടലാസ്. ഏതാനും വാചകങ്ങൾ മാത്രം. കാർലോസ് സാർ, തെറ്റിദ്ധരിക്കരുത്. പോലീസിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയാൻ കൂടിയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. ഈ വരുന്ന ആളിനെ താങ്കൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ ഉടനെ ഞങ്ങൾ കൊണ്ടുവന്നു തരും. അതല്ല, അയാളെ പിടികൂടി ഞങ്ങളുടെ രഹസ്യം ചോർത്താനാണ് താങ്കൾ ശ്രമിക്കുന്നതെങ്കിൽ ഇനി ഒരിക്കലും ആ പണം താങ്കൾക്ക് കിട്ടുകയില്ല. മാത്രമല്ല, ഞങ്ങളെക്കുറിച്ച് യാതൊന്നും താങ്കൾ അറിയാൻ പോകുന്നില്ല. നിർത്തട്ടെ. കത്ത് SI ലത്തീഫിന് കൈമാറിയിട്ട് കാർലോസ് സനേഷിനെ നോക്കി. നിന്റെ പേര് അഡ്രസ്സും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് പോയിക്കോണം. പിന്നീട് നീ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ നീയില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് സാർ. അവൻ കൈക്കൂപ്പി. ആയാൽ നിനക്ക് കൊള്ളാം. കാർലോസ് ഇറങ്ങിപ്പോയി. പുറത്ത് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം അവരിരുവരും കേട്ടു. ദിവസങ്ങൾ കഴിയുകയാണ്. ആൽബർട്ട് കടലിൽ പോകാതെ ആ കൊലയാളിയെ പല ദിവസങ്ങളിലും തേടി നടന്നു. ഒന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. SP കാർലോസിൻ്റെ സംശയം തെറ്റാണെന്ന് അവന് തോന്നി. ഒരുപക്ഷെ കൊലയാളി ഈ തുറയിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടാവും. കൊലയാളിയെ ഒക്കെ പോലീസ് നോക്കട്ടെ. ആൽബർട്ടെ, കടലിൽ പോകാണ്ടിരുന്നാലേ നിൻ്റെ കാര്യം നടക്കുമോ? അതുകൊണ്ട് നീ കടലിൽ പോ, ഒരു ദിവസം ഇക്ബാൽ മുതലാളി പറഞ്ഞു. ഞാനും അതേക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നിക്കാ. അവൻ തലയാട്ടി. അന്ന് കടലിൽ പോകണമെന്ന് തന്നെ ആൽബർട്ട് തീരുമാനിച്ചു. വീട്ടിലേക്ക് നടക്കുമ്പോൾ പൂഴിമണലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻസിനെയും മോസസിനെയും കണ്ടു. വരും മക്കളെ, അവൻ കൈ നീട്ടി. അവർ അവൻ്റെ ഇരു തോളിലും ചാടിക്കയറി. ലിസിയപ്പോൾ പീടികയിലേക്ക് പോകാൻ പുറത്തേക്ക് വന്നു. അയ്യടാ, നിങ്ങൾക്ക് താഴെ നിൽക്കാൻ പറ്റത്തില്ലേ പിള്ളേരെ? പറ്റത്തില്ല, പ്രിൻസും മോസസും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. അവൾ ചിരിച്ചുപോയി. ഞാനിപ്പം വരാം ആൽബർട്ടെ. അവൾ തിടുക്കത്തിൽ പീടികയിലേക്ക് നടന്നു. ചായപ്പൊടി വാങ്ങണം, പഞ്ചസാര വാങ്ങണം. 50 വാരയോളം നടന്നു കഴിഞ്ഞപ്പോൾ മുന്നിൽ വിൽഫ്രഡ്. അവൻ അവളെ കണ്ട് മുഖം തിരിച്ചു. എന്താ ജെയിംസ്, എന്നോട് പിണക്കമാണോ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. ഇണങ്ങാനും പിണങ്ങാനുമൊക്കെ ഞാനാരാ? ഒരന്യൻ. അവൻ്റെ ശബ്ദം പതറി. ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറയുന്നത് എന്തിനാ? പ്രവർത്തിച്ച് തെളിയിച്ചില്ലേ? ലിസിയുടെ മുഖം മങ്ങി. അത് പിന്നെ ഓരോന്നിനും ചില പരിധികളൊക്കെ ഇല്ലേ? പരിധി ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ലേ. നോക്ക്, ലിസിയെ ചതിക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു കേട്ടോ.
ലിസിയുടെ ഭർത്താവ് എന്തെങ്കിലും തിരിച്ചു വന്ന് എൻ്റെ ഭാര്യയെ വിട്ടുതരണേ എന്ന് പറയില്ലെങ്കിൽ നിനക്കൊരു ജീവിതം തരാൻ പോലും ഒരുക്കമാണ് ഞാൻ. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. സത്യം പറയാമല്ലോ, നിന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അവളിൽ ഒരു കോരിത്തരിപ്പുണ്ടായി. ചുണ്ടിൽ ചെറിയ പുഞ്ചിരി മിന്നി പറഞ്ഞു. ആരോ ഒരാൾ അകലെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ ലിസി മറുപടിയൊന്നും പറയാതെ പെട്ടെന്ന് നടന്നുപോയി. അയാൾ തിരിഞ്ഞ് ആ നടത്തം നോക്കി നിന്നു. അവളുടെ മനസ്സിൽ ഒരു കൊളുത്ത് വീണു കഴിഞ്ഞെന്ന് അയാൾക്കുറപ്പായി. അത് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെ അയാൾ തീരുമാനിക്കുകയും ചെയ്തു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ആൽബർട്ട് കുറച്ചു നേരം ഉറങ്ങി. രാത്രി കടലിൽ പോകാനുള്ളതാണല്ലോ. 4 മണി കഴിഞ്ഞപ്പോഴേക്കും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. റോസമ്മ മകന് ചോറ് പൊതി തയ്യാറാക്കി. അമ്മയെ സഹായിക്കുന്നതിനിടയിലും ലിസിയുടെ മനസ്സിൽ വിൽഫ്രഡിൻ്റെ വാക്കുകൾ മുഴങ്ങുകയായിരുന്നു. നിന്റെ ഭർത്താവ് തിരിച്ചു വന്ന് ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ആൽബർട്ട് പറയുന്നത് കേട്ടപ്പോൾ ലിസി ചിന്തയിൽ നിന്നുണർന്നു. രാത്രിയിൽ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറന്ന് നോക്കുക പോലും ചെയ്യരുത്. ഒരു മുന്നറിയിപ്പ് കൂടി അവൻ കൊടുത്തു. കാരണം താൻ SP കാർലോസുമായി അല്പം അടുപ്പത്തിലാണെന്ന് കൊലയാളി അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയെങ്കിലും അയാളുടെ അടുത്ത ലക്ഷ്യം താനോ തൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലുമോ ആയിക്കൂടായികയില്ല. ആൽബർട്ട് വഞ്ചി കടലിലേക്ക് തള്ളി ഇറക്കുന്നത് വിൽഫ്രഡ് കാണുന്നുണ്ടായിരുന്നു. അയാൾ പുഞ്ചിരിച്ചു. രാത്രി 11 മണി കഴിഞ്ഞ് ലിസിയുടെ മുറിയുടെ ജനാലയ്ക്കൽ വിൽഫ്രഡ് എത്തി. ലിസി, ലിസി, ശബ്ദം താഴ്ത്തി വിളിച്ചു. ഇത്തവണ പെട്ടെന്ന് അവൾ ഉണർന്നു. ജനാലയ്ക്കൽ വിൽഫ്രഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി എഴുന്നേറ്റ് ചെന്നു. എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അവൾ തിരക്കി. കിടന്നിട്ട് ഉറക്കമൊന്നുമില്ല ലിസി, അതുകൊണ്ടാണ് പോന്നത്. കണ്ണടയ്ക്കുമ്പോൾ നിന്റെ മുഖമാണ് മനസ്സിൽ. അവൾ മിണ്ടിയില്ല. അയാൾ കൈനീട്ടി ജനലഴിയിൽ പിടിച്ചിരുന്ന അവളുടെ കൈപ്പത്തിക്ക് മുകളിൽ വെച്ചു. അവൾ കൈ വലിക്കാൻ ഭാവിച്ചെങ്കിലും വലിച്ചില്ല. അയാൾ ആ കൈയിൽ പതുക്കെ തലോടി. നിനക്ക് എന്നെ വിശ്വസിക്കാൻ ലിസി, ചതിക്കില്ല നിന്നെ ഞാൻ. അവളുടെ ഉടലിൽ നേരിയ ഒരു വിറയലുണ്ടായി. മനസ്സിൽ ആശയ സംഘട്ടനം. നീ ഇറങ്ങി വാ, അയാൾ പ്രലോഭിക്കുകയാണ്. എന്തിനൊക്കെയോ വേണ്ടി അവളുടെ മനസ്സും ശരീരവും കൊതിക്കുന്നു. ഒത്തിരി നാളായി ഒരു പുരുഷ സാമീപ്യം അനുഭവിച്ചിട്ട്. മാതാവേ, തെറ്റാണെങ്കിൽ പുറത്തേക്കണേ, അവൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുതെന്നുള്ള ആൽബർട്ടിൻ്റെ ഉപദേശം മറന്നു. അവൾ റോസമ്മ കിടക്കുന്ന ഭാഗത്തേക്കൊന്ന് നോക്കി. നല്ല ഉറക്കത്തിലാണ് അമ്മച്ചി. ഇറങ്ങി വാ വേഗം, പ്രോത്സാഹിപ്പിക്കുകയാണ് വിൽഫ്രഡ്. അവൾ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. വിൽഫ്രഡിൻ്റെ അരികിലെത്തി. എന്തിനാ ഇറങ്ങി വരാൻ പറഞ്ഞത്? പറയാം. അയാൾ അവളുടെ കരം കവർന്നു. പിന്നെ പടിഞ്ഞാറോട്ട് നടന്നു. മങ്ങിയ നാട്ടുവെളിച്ചം മാത്രം. ഒരു തെങ്ങിൻ കീഴെ അവർ നിന്നു. ലിസി, അയാൾ അവളെ കെട്ടിയൊരു പിടുത്തം. അതൊരു നീരാളി പിടുത്തമാണെന്ന് അവളപ്പോൾ അറിഞ്ഞിരുന്നില്ല. ലിസി വിൽഫ്രഡിനെ അള്ളിപ്പിടിച്ചു. എന്നെ ചതിക്കല്ലേ ജെയിംസ്. എങ്കിൽ പിന്നെ കടലിൽ ചാടുകയില്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ലിസിക്ക് തോന്നുന്നുണ്ടോ? ഉള്ളിലെ വന്യമൃഗം അലറി ചിരിക്കുകയായിരുന്നെങ്കിലും വിൽഫ്രഡ് ചോദിച്ചത് അങ്ങനെയാണ്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജെയിംസിനെ വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അന്നൊരിക്കൽ വന്ന് എന്നെ വിളിച്ചില്ലേ? അതിനുശേഷം ഒത്തിരി ചിന്തിച്ചു ഞാൻ. ജെയിംസിന് വിഷമം തോന്നി കാണുമോന്നോർത്ത് സങ്കടപ്പെടുകയും ചെയ്തു. അയാളൊന്ന് മൂളി. വാസ്തവത്തിൽ അതൊന്നും അയാൾ ശ്രദ്ധിച്ചത് പോലുമില്ല. ഒത്തിരി ദിവസമായി താൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം സാധിക്കുക, അതുമാത്രമായിരുന്നു ഉള്ളിൽ. കൊല്ലാൻ പോകുന്ന ഇരയെ ആവോളം നുകരുക. ചാകാൻ പോകുന്നവൾക്ക് കഴിഞ്ഞ സമയത്ത് നടന്ന തെറ്റിനെ കുറിച്ചോർത്ത് സങ്കടപ്പെടണ്ടല്ലോ. അങ്ങനെ ഒരു ഔദാര്യം തന്നെ പോലെയുള്ള ഏതെങ്കിലും കില്ലർ നൽകുമോ? അയാളുടെ കൈകൾ അവളുടെ നൈറ്റിക്കുള്ളിലേക്ക് അരിച്ചരിച്ച് ഇറങ്ങിച്ചെന്നു. ലിസി ഒന്ന് പൊളഞ്ഞു. ഒന്നുകൂടി അവനെ വട്ടം പിടിച്ചു. അവൾ ആ ഉടലാകെ ഒരു തരം വിറയൽ ബാധിച്ചു. രോമങ്ങൾ എഴുന്നു നിന്നു. പ്രാവിൻ്റെ കുറുകൽ പോലെ ഒരു ശബ്ദം അവളിൽ നിന്നുണ്ടായി. വിൽഫ്രഡ് അവളെ പൂഴിമണലിലേക്ക് കിടത്താൻ ഭാവിച്ചു. അവളപ്പോഴും അവൻ്റെ കഴുത്തിലൂടെ കൈകളിട്ടിരിക്കുകയായിരുന്നു. ചതിക്കല്ലേ എന്നെ? വികാരത്തള്ളലിനിടയിലും അവൾ മന്ത്രിച്ചു. ഇല്ലെന്ന് പറഞ്ഞില്ലേ, എന്നെ വിശ്വസിക്കാം. ഉള്ളിൽ നിറഞ്ഞു പൊങ്ങിയ ദേഷ്യം അയാൾ കടിച്ചമർത്തി. എൻ്റെ കുഞ്ഞുങ്ങൾ പ്രിൻസും മോസസും, ഞാനില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും കഴിയാനാവില്ല. ആ മുഖമടച്ചൊന്ന് കൊടുക്കാനും മിണ്ടാതിരിക്കാനായി അവളുടെ വായിൽ ഒരു പിടി മണ്ണുവാരി തിരുകാനും തോന്നിയതാണ് അയാൾക്ക്. പക്ഷേ അടക്കി. കാര്യം നടന്നില്ലെങ്കിലോ? ഇനിയിപ്പോൾ ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും തനിക്ക് ഇവളെ കീഴ്പ്പെടുത്താനേ ഉള്ളൂ. എന്നാൽ നിറഞ്ഞ മനസ്സോടെ ഒരു പെണ്ണ് സഹകരിക്കുന്നത് പോലെയാവില്ലല്ലോ അത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മറുപടി പറഞ്ഞു. അവരെ കൂടി കൊണ്ടുപോകുന്നോളൂ. എൻ്റെ മക്കളായി തന്നെ അവരെ ഞാൻ കണ്ടോളാം. മാത്രമല്ല, നമുക്കിനി കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചേക്കാം. പോരെ? മതി, അത് മതി. ലിസിക്ക് ഇരട്ടി സന്തോഷമായി. അയാൾ അവളെ തെങ്ങിൻ ചുവട്ടിലേക്ക് ചായച്ചു കിടത്തി. തിരമാലകളുടെ ശക്തി പെട്ടെന്ന് കൂടിയതുപോലെ പ്രതിഷേധത്തോടെ എന്നവണ്ണം അവ കടൽ ഭിത്തിയിൽ വന്ന് തല്ലി അലച്ചു. പെട്ടെന്നാണ് മെയിൻ റോഡിലൂടെ വന്ന ഒരു വാഹനം തുറയിലേക്ക് തിരിഞ്ഞത്. വിൽഫ്രഡ് അപ്പോൾ ലിസിയുടെ നൈറ്റി കാലിൻ്റെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് നീക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അകലെ നിന്ന് വന്ന വാഹനത്തിൻ്റെ വെളിച്ചം അവരിൽ പതിച്ചു. ലിസി ഞെട്ടിപ്പോയി.
തറയിൽ അമർന്നു കിടന്നോ, നമ്മളെ ആരും കാണത്തില്ല, അയാൾ പറഞ്ഞു. പക്ഷേ അവൾക്കതിനായില്ല. അയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് ചാടി എണീറ്റ് ഒറ്റയോട്ടം. ഛേ! നിരാശയും കോപവും ഒന്നിച്ചുണ്ടായി വിൽഫ്രഡിന്. അയാൾ തെങ്ങിൻ്റെ തടിയിൽ ചേർന്ന് നിന്നു. ഒരു ജീപ്പായിരുന്നു അത്. ജീപ്പ് ഇക്ബാൽ മുതലാളിയുടെ സുഫൈജ സീ ഫുഡ്സിനടുത്ത് നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുകയും ചെയ്തു. വിൽഫ്രഡിന് മനസ്സിലായി അത് പോലീസ് ജീപ്പാണ്. അത് കടന്നു പോകുന്നതുവരെ അങ്ങനെ തന്നെ അയാൾ നിന്നു. ഇനി ലിസിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ലെന്ന് അയാൾക്കറിയാം. അവൾ ഇറങ്ങി വരില്ല, തീർച്ച. കൈച്ചുരുട്ടി അയാൾ തെങ്ങിലിടിച്ചു. വാശി തീർക്കാൻ എന്നവണ്ണം പൂഴിമണ്ണിൽ ആഞ്ഞാഞ്ഞു ചവിട്ടിക്കൊണ്ട് നടന്നുപോയി. ജീപ്പിൽ വന്നത് കാർലോസ് തന്നെയായിരുന്നു. ചിലപ്പോൾ അപ്രതീക്ഷിതമായി കൊലയാളി മുന്നിൽ വന്നുപെട്ടാലോ? അയാൾ തുറയിൽ തന്നെയുണ്ടെന്ന് ഇപ്പോഴും കാർലോസ് വിശ്വസിക്കുന്നു. ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ തന്നെ കാർലോസ് ഒരു സിഗരറ്റ് ചുണ്ടിൽ വച്ച് തീ കൊളുത്തി. ആ നേരത്ത് നല്ല ഉറക്കത്തിലായിരുന്നു അങ്കിൾ ഫ്രെഡി. പെട്ടെന്ന് സെൽഫോൺ ശബ്ദിച്ചു. ഈ നട്ടപ്പാതിരയ്ക്ക് ഏത് നായിൻ്റെ മോനാണ് എന്ന് പിറുപിറുത്തുകൊണ്ട് കൈനീട്ടി ബെഡ്റൂം ലാമ്പ് ഓൺ ചെയ്തു. പിന്നെ തൊട്ടടുത്ത് ടീപ്പോയിലിരുന്ന സെൽഫോൺ എടുത്തു. നാശം! പിറുപിറുത്തുകൊണ്ട് കണ്ണടയെടുത്ത് വെച്ചിട്ട് നമ്പർ നോക്കി. കൊച്ചിയിൽ തന്നെയുള്ള ഒരു ലോക്കൽ നമ്പർ. ഈ നമ്പറിൽ നിന്ന് ഇതുവരെയും തന്നെ ആരും വിളിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഫോൺ കാതോട് ചേർത്തത്. യെസ്, ഫ്രെഡി ഹിയർ. അങ്കിളെ, ഇത് ഞാനാ, ലൂയിസ്. മട്ടാഞ്ചേരി ലൂയിസോ? അതേന്നേ. നിന്നെ ഏൽപ്പിച്ചിരുന്ന കാര്യം എന്തായിടാ? ആ സന്തോഷവാർത്ത പറയാനല്ലേ ഞാൻ വിളിച്ചത്. അങ്കിൾ ഫ്രെഡിക്ക് ഉത്സാഹമായി. ആ പട്ടിയെ കണ്ടുപിടിച്ചോടാ. ഏറ്റത് ഞാനല്ലേ, കണ്ടുപിടിക്കാതിരിക്കുമോ? ആവേശത്തോടെ അങ്കിൾ ഫ്രെഡി ചാടി എന്നിട്ടു. എന്നിട്ട് എവിടെ അവൻ? ഇന്ന് തൃപ്പൂണിത്തറയിലുള്ള ഹോട്ടൽ അശോകയിൽ റൂം എടുത്തിട്ടുണ്ട്, നമ്പർ 104. വെരി ഗുഡ്. നീ എവിടുന്നാണ് വിളിക്കുന്നത്? ഹോട്ടലിൽ നിന്ന് പുറത്തൊരു ബൂത്തിൽ നിന്ന്. ബാക്കി പിള്ളേരും കൂടെ ഉണ്ടല്ലോ? ഉണ്ട്. അവിടെ തന്നെ നിൽക്കുക. അവൻ എവിടേക്കും പോയിക്കൂടാ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാനങ്ങെത്തും. ഓക്കെ. ഫോൺ ഓഫ് ചെയ്തിട്ട് ഫ്രെഡി ഉറക്കെ വിളിച്ചു. തോമസേ, എടാ തോമസേ. മറുപടിയില്ല. പണ്ടാർക്കാലിൻ്റെ ഒരു ഉറക്കം. എടാ തോമസേ. അടുത്ത മുറിക്കടുത്തേക്ക് ചെന്നാണ് ഉറക്കെ വിളിച്ചത്. തോമസ് ഭയത്തോടെ ചാടി എഴുന്നേറ്റു. എന്താങ്ങളെ? വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് ഒരാന വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. സത്യമോ? തോമസിൻ്റെ കണ്ണു തള്ളി. ഇങ്ങനൊരു പോത്ത്! വേഗം എഴുന്നേൽക്കടാ, നമുക്കൊരിടത്ത് പോകാനുണ്ട്. ഫ്രെഡിയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ കാര്യഗൗരവം തോമസ് ഉൾക്കൊണ്ടു. തിടുക്കത്തിൽ അയാൾ വേഷം മാറി. അപ്പോഴേക്കും ഫ്രെഡിയും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇരുവരും പുറത്തു വന്ന് കാറിൽ കയറി. തോമസാണ് ഡ്രൈവ് ചെയ്തത്. എങ്ങോട്ടാങ്കിൽ? തൃപ്പൂണിത്തറയ്ക്ക്. തിരക്കു തീരെ കുറവുള്ള റോഡിലൂടെ വെടിച്ചില്ലുകൾ പോലെ കാർ പാഞ്ഞു. അശോക ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ 7 മിനിറ്റുകൾ മാത്രമേ എടുത്തുള്ളൂ. ലൂയിസും പാട്ടിയും കാത്തു നിൽക്കുകയായിരുന്നു. അവൻ പോയിട്ടില്ലല്ലോ? ഇല്ലെങ്കിൽ തോമസേ, കാർ ഹോട്ടലിൻ്റെ മുറ്റത്തേക്ക് കയറ്റി നിർത്ത്. അയാൾ അപ്രകാരം ചെയ്തു. അപ്പോഴേക്കും ലൂയിസും സംഘവും ഒപ്പമെത്തി. റിസപ്ഷൻ കൗണ്ടറിലേക്ക് തലചായ്ച്ച് ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. വാതിൽ തള്ളി തുറന്ന് ആരോ അകത്തേക്ക് വരുന്നത് കേട്ട് അവൻ കണ്ണു തുറന്നു. അത്രയും പേരെ ഒന്നിച്ചു കണ്ടപ്പോൾ ഒരു സംശയം. പോരെങ്കിൽ മട്ടാഞ്ചേരി ലൂയിസിനെയും മറ്റും കണ്ടാൽ തനി ഗുണ്ടകളാണെന്ന് തോന്നുകയും ചെയ്യുമായിരുന്നു. എന്താ? എഴുന്നേൽക്കുന്നതിനിടയിൽ അവൻ തിരക്കി. നിന്റെ അമ്മയെ കെട്ടിച്ചുവിടാൻ വന്നതാ ഞങ്ങൾ. എന്താ, നിനക്ക് എതിർപ്പുണ്ടോ? ഫ്രെഡിയുടെ ആ ചോദ്യം കൂടിയായപ്പോൾ അവന് പന്തിക്കേട് ഉറപ്പായി. എങ്കിലും വിട്ടുകൊടുത്തില്ല. പ്രായം കുറേ ആയല്ലോ, എന്നിട്ടും സംസാരിക്കുന്നതിൽ മാന്യതയില്ലല്ലോ. ഇല്ലടാ, ഇല്ല. എനിക്ക് മാന്യത അല്പം കുറവാ. നിന്റെ കയ്യിലുണ്ടോ കുറച്ച് തരാൻ? ഫ്രെഡി റിസപ്ഷൻ ടേബിളിന് അടുത്തേക്ക് നീങ്ങി നിന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങൾക്ക് എന്ത് വേണം അത് പറ. നിന്നോട് പറയേണ്ട കാര്യമില്ലടാ കൊച്ചനെ. എനിക്ക് വേണ്ടത് ഞാൻ നേരിട്ടങ്ങ് എടുക്കും. അതാണ് എൻ്റെ രീതി. അയാൾ ലൂയിസിനെ നോക്കി. നിന്റെ 2 പിള്ളേരിവിടെ നിൽക്കട്ടെ. ഇവൻ കൈ മെനക്കെടുത്താതിരിക്കാൻ. 2 പേർ അവിടെ നിന്നു. ലൂയിസും ബാക്കിയുള്ളവരും ഫ്രെഡിയോടും തോമസിനോടും ഒപ്പം പോയി. റിസപ്ഷനിസ്റ്റ് പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെയും വിളിക്കാൻ ഭാവിച്ചു. വേണ്ടോ ചെക്കനെ, വെറുതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ, ഒരാൾ മുന്നറിയിപ്പ് നൽകി. അതോടെ അവൻ ഫോൺ താഴെ വെച്ചു. 104 നമ്പർ റൂമിൽ അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ ഉറങ്ങിയിരുന്നില്ല. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിനാണ് അയാൾ ഒളിസങ്കേതത്തിൽ നിന്നും ഇന്ന് ഇവിടേക്ക് വന്നത്. രാത്രി ഏതു നേരത്തും തനിക്കൊരു അതിഥി ഉണ്ടാവും. കാറ്റ് കിട്ടാൻ വേണ്ടി ജനാല തുറന്നിട്ട് ഹോട്ടലിന് മുന്നിലെ റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അയാൾ. മുറിയിലെ ലൈറ്റ് അണച്ചിരുന്നു. റോഡിൽ ഒരു കാർ വന്നു നിൽക്കുന്നതും അതിനടുത്തേക്ക് ചിലർ ചെല്ലുന്നതും അയാൾ കണ്ടു. തെല്ല് കഴിഞ്ഞ് കാർ ഹോട്ടലിന് മുറ്റത്തേക്ക് വന്നപ്പോൾ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ കാർ അയാൾ വ്യക്തമായി കണ്ടു. ഞെട്ടിപ്പോയി. അങ്കിൾ ഫ്രെഡിയുടെ കാർ. അതിൽ നിന്ന് ഫ്രെഡിയും തോമസും കൂടി ഇറങ്ങുന്നത് കൂടി കണ്ടപ്പോൾ അപകടം ബോധ്യമായി. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് മനസ്സിലായില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പിടിക്കപ്പെട്ടത് തന്നെ. തീക്കുള്ളിൽ അകപ്പെട്ടതുപോലെ ജനാർദ്ദന പൈ മുറിയിൽ അങ്ങിങ്ങോടി. പ്രായത്തെ അടിയറവ് പറയിപ്പിക്കുന്ന വേഗതയിലാണ് അങ്കിൾ ഫ്രെഡി സ്റ്റെപ്പുകൾ ഓടിക്കയറിയത്. അയാളുടെ ഒപ്പമെത്താൻ മറ്റുള്ളവർ പാടുപെട്ടു. 2ാം നിരയിൽ അങ്ങേയറ്റത്തായിരുന്നു 104 നമ്പർ റൂം.
എല്ലാവരും അതിനു മുന്നിലെത്തി. ക്രൂരമായ ഒരു ചിരിയോടെ അങ്കിൾ ഫ്രെഡി വാതിൽ തട്ടി. ഹോട്ടൽ അശോകയിലെ 104 നമ്പർ മുറിക്ക് മുന്നിൽ അങ്കിൾ ഫ്രെഡിക്ക് അസ്വസ്ഥത പെരുകി. അയാളും തോമസും പിന്നെ മട്ടാഞ്ചേരി ലൂയിസും മുഖാമുഖം നോക്കി. ഒരു വട്ടം കൂടി വാതിലിൽ ആഞ്ഞാഞ്ഞ് തള്ളി നോക്കി. കഴിവൊരു മോനെ, തുറക്കട വാതില്. പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് ഫ്രെഡി അലറി. അല്ലെങ്കിൽ ഇത് വെട്ടിപ്പൊളിച്ച് ഞാൻ അകത്ത് വരും. അങ്ങനെ വന്നാലത്തെ അവസ്ഥയെക്കുറിച്ച് നിനക്കറിയാമല്ലോ. വെട്ടി എരിയും ഞാൻ, വാട എരിയുന്നത് പോലെ. അതിനും എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുകയോ വാതിൽ തുറക്കപ്പെടുകയോ ചെയ്തില്ല. ലൂയിസേ, ഇനി വേറൊന്നും നോക്കണ്ട, ചവിട്ടി തുറക്കട വാതിൽ. ആജ്ഞ കിട്ടിയ ഉടൻ അയാൾ വാതിൽ ആഞ്ഞാഞ്ഞു ചവിട്ടാൻ തുടങ്ങി. ബഹളങ്ങൾ കേട്ട് അടുത്ത മുറികളിൽ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങി നോക്കി. എന്താ ഇവിടെ പ്രശ്നം? തൊട്ടടുത്ത മുറിയിൽ നിന്ന് മാന്യൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി വന്ന് തിരക്കി. നിന്റെ അമ്മയെ കെട്ടിക്കാൻ പോവാടാ. എന്താ സദ്യക്ക് കൂടുന്നോ? ഫ്രെഡിയുടെ കോപം മുഴുവൻ അയാളുടെ നേരെയായി. ഏയ്, നിങ്ങൾ മാന്യമായി സംസാരിക്കണം. ആ മനുഷ്യൻ കൈ ചൂണ്ടി. ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങ് എടുത്ത് കളയുമോടാ പട്ടി. ഫ്രെഡി മുന്നോട്ടാഞ്ഞു. എന്തിനു മടിക്കാത്ത ഒരുത്തനാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അയാൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവരാണ് കൂടെയുള്ളതെന്നും ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അതോടെ കൂടുതലൊന്നും മിണ്ടാതെ അയാൾ മുറിയിൽ കടന്ന് വാതിൽ ചാരി. മറ്റു മുറികളിൽ നിന്ന് ഇറങ്ങി നോക്കിയവരും പന്തിക്കേട് മനസ്സിലാക്കി തല പിൻവലിച്ചു കളഞ്ഞു. മുകളിലത്തെ ബഹളം കേട്ട് റിസപ്ഷനിസ്റ്റ് അങ്ങോട്ട് പോകാൻ ഭാവിച്ചെങ്കിലും അവിടെ കാവൽ നിന്നിരുന്നവർ വിലക്കി. വേണ്ട ചെറുക്ക, വെറുതെ തടിച്ചീത്തയാക്കിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിനക്ക് തന്നെയാ, അത് മറക്കണ്ട. മുകളിൽ ചിലപ്പോൾ പലതും നടന്നിരിക്കും, ചിലപ്പോൾ കൊലപാതകം വരെ. അതിലൊന്നും നീ ഇടപെടണ്ട. ഇനിയിപ്പോൾ പോലീസ് വന്ന് വല്ലതും ചോദിച്ചാൽ നീ ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, അത്രമാത്രം. പക്ഷേ മുതലാളിയോട് ഞാൻ എന്ത് സമാധാനം പറയും? അവൻ തുറന്നു ചോദിച്ചു. എന്ത് പറയാൻ? ഒന്നും പറയണ്ട, അല്ലെങ്കിൽ പോയി ചാകാൻ പറയും. മുകളിൽ ചവിട്ടേറ്റ് വാതിലിൻ്റെ ബോൾട്ടുകൾ ഇളകി തുടങ്ങിയിരുന്നു. അങ്കിൾ ഫ്രെഡിയുടെ ആവേശം വർദ്ധിക്കുകയും ചെയ്തു. അവസാനം വാതിൽ തുറക്കപ്പെട്ടു. റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ ഫ്രെഡി മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി. പക്ഷേ അഡ്വക്കേറ്റ് ജനാർദ്ദന പയ്യെ അവിടെയെങ്ങും കണ്ടില്ല. ക്രോധത്തോടെ അയാൾ ബാത്റൂമിൻ്റെ വാതിൽ വലിച്ചു തുറന്നു. അവിടെയും ആരുമില്ല. ജനാർദ്ദന, നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ പുറത്തു വാടാ, അട്ടഹസിക്കുകയായിരുന്നു ഫ്രെഡി. അയാൾ അലമാരിക്കുള്ളിലും കട്ടിലിനടിയിലുമൊക്കെ നോക്കി. ഒരിടത്തും പൈയില്ല. കൂടുതൽ തിരഞ്ഞപ്പോൾ ജനാർദ്ദന പൈയുടേതായ സാധനങ്ങളൊന്നും അവിടെയില്ലെന്ന് ഉറപ്പായി. പക്ഷേ ഫ്രെഡിയുടെ കഴുകൻ കണ്ണുകൾ മറ്റൊന്ന് കണ്ടെത്തി. ആശ്രയിൽ നിന്ന് നേർത്ത പുക ഉയരുന്നു. അതിനർത്ഥം ഒന്നേയുള്ളൂ, അല്പനിമിഷം മുമ്പ് വരെ ഈ മുറിയിൽ ആളുണ്ടായിരുന്നു. തൻ്റെ വരവ് ജനാർദ്ദന പൈ തിരിച്ചറിഞ്ഞിരുന്നോ? എല്ലായിടവും അരിച്ചുപെറുക്കിൻ, അവൻ പുറത്തു പോയിട്ടില്ല. ഫ്രെഡി അനുചരന്മാരോട് അലറുകയായിരുന്നു. ഇരത്തേടുന്ന ചെന്നായ്ക്കളെ പോലെ അവർ പുറത്തേക്ക് പാഞ്ഞു. ഈ രംഗമെല്ലാം പക്ഷേ ജനാർദ്ദന പൈ കാണുന്നുണ്ടായിരുന്നു. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് സ്റ്റെയർ കേസിനടിയിൽ നിന്നുകൊണ്ട്. അവിടെ കുറേ കടലാസ് പെട്ടികളും കേടുവന്ന ഫർണിച്ചറുകളും മറ്റും വാരിയിട്ടിരിക്കുകയായിരുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് തൻ്റെ സാധനങ്ങളെല്ലാം അടങ്ങിയ പെട്ടിയുമായി അയാൾ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. വല്ല വിധാനയും സ്റ്റെയർ കേസ് ഇറങ്ങി സാധനങ്ങൾക്കിടയിൽ കടന്നുകൂടുകയും ചെയ്തു. പിടിക്കപ്പെട്ടാൽ പ്രാണം പോലും അവർ ബാക്കി വച്ചില്ലെന്നിരിക്കും. അക്കാര്യത്തിൽ അയാൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. 2-3 പേർ തനിക്ക് നേരെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പയ്യുടെ നെഞ്ചിടിപ്പ് ഏറി. അവർ കോണിപ്പടിക്ക് അടുത്തു വന്നു നിന്ന് സ്റ്റെയർ കേസിനടിയിലേക്ക് തുറച്ചു നോക്കി. ആ നേരത്ത് കോഴിക്കോട്ട് മഹാറാണി ഹോട്ടലിനടുത്തുള്ള ആ കെട്ടിടത്തിൽ അസ്വസ്ഥനായി അങ്ങിങ്ങ് നടക്കുകയായിരുന്നു കട്ട അഷ്റഫ്. മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. തൻ്റെ ദൗത്യങ്ങൾ അടിക്കടി പാളിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തെല്ല് ശങ്കയോടെ അയാൾ ഓർത്തു. ഇത്രയും കാലം മച്ചടി കയറ്റമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിത്തുടങ്ങിയിരിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ, അത് കഴിഞ്ഞ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP കാർലോസിനെ തങ്ങളുടെ അധീനതയിലാക്കാനുള്ള ശ്രമവും ചീറ്റിപ്പോയി. അലമാരയിൽ നിന്ന് ഒരു മദ്യക്കുപ്പിയെടുത്ത് അയാൾ വെള്ളം പോലും ചേർക്കാതെ ഇടയ്ക്കിടെ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ടിരുന്നു. ആ സമയം സെൽഫോൺ ശബ്ദിച്ചു. അഷ്റഫ് ഡിസ്പ്ലേ സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ നോക്കി. റിലയൻസിൻ്റെ ഹാൻഡ്സെറ്റിൽ നിന്ന്, അതും കൊച്ചിയിൽ നിന്ന്. വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും അപ്പുറത്തു നിന്ന് കിട്ടാനുള്ളതെന്ന് കരുതിക്കൊണ്ട് തന്നെ ഫോൺ കാതോട് ചേർത്തു. ഊഹിച്ചത് ശരിയായിരുന്നു. അപ്പോൾ അഷ്റഫ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിനുള്ള ഉത്തരം തന്നെയായിരുന്നു അത്. തൃപ്പൂണിത്തുറയിലുള്ള അശോക ഹോട്ടലിൽ അഡ്വക്കേറ്റ് ജനാർദ്ദന പൈ ഉണ്ട്. അയാളെ തേടി അങ്കിൾ ഫ്രെഡിയും സംഘവും അവിടേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു. കട്ട അഷ്റഫ് പിടഞ്ഞുണർന്നു. തൻ്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകി. നിങ്ങൾ പുറത്തു തന്നെ കാവൽ നിൽക്കുക. ഫ്രെഡിയും മറ്റും പയ്യെ പുറത്തു കൊണ്ടുവരട്ടെ. ആ നിമിഷം ആഞ്ഞടിക്കണം. പരുന്ത് ഇരയെ റാഞ്ചുന്നത് പോലെ പയ്യെ റാഞ്ചിയെടുക്കണം. അതിനുശേഷം എന്നെ വിളിക്കുക. എന്ത് വേണമെന്ന് ഞാൻ പറയാം. ഓക്കെ? സന്തോഷത്തോടെ ഫോൺ വെച്ചിട്ട് അയാൾ കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തുകയും തുടർന്ന് ഒരു സിഗരറ്റ് ചുണ്ടിൽ തിരികെ ലൈറ്ററിൻ്റെ നാളത്തിൽ തീ കൊടുത്തുകയും ചെയ്തു. തൃപ്പൂണിത്തുറയിൽ അപ്പോൾ അഷ്റഫിൻ്റെ ആളുകൾ ജാഗ്രതയോടെ തന്നെ നിൽക്കുകയായിരുന്നു. ഗേറ്റിന് പുറത്ത് തൊട്ടരികിൽ ഒരു ക്വാളിസ് വണ്ടി കാത്തുകിടപ്പുണ്ട്. ഹോട്ടലിന് മുന്നിൽ ഫ്രെഡിയുടെ കാർ കിടക്കുന്നത് കാണാം. ഏത് നിമിഷവും പയ്യുമായി ഫ്രെഡിയുടെ ആളുകൾ എത്തിയേക്കാം.
5 പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ. തങ്ങളെക്കാൾ കൂടുതൽ കണ്ടേക്കും ഫ്രെഡിയുടെ ആളുകൾ. പക്ഷേ എത്ര കനത്ത ഏറ്റുമുട്ടൽ നടത്തിയിട്ടായാലും തങ്ങൾ പയ്യെ കൊണ്ടുപോകും അവർ തീരുമാനിച്ചിരുന്നു. നേതാവ് പറഞ്ഞു. അവർ പുറത്തേക്ക് വരുമ്പോൾ ഒരാൾ ഗേറ്റിന് മുമ്പിൽ വണ്ടി കുറുകെയിടണം. അവന്മാർ ചാടിയിറങ്ങിയേക്കും. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് നുണ പറഞ്ഞ് തള്ളി നീക്കാൻ സഹായിക്കാൻ പറയണം. അവർ അതിന് ശ്രമിക്കുന്ന നേരം വളരെ വിലപ്പെട്ടതായിരിക്കും. നമ്മൾ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തുക. അവരുടെ വണ്ടിയും ഒപ്പം പയ്യും നമ്മുടെ കസ്റ്റഡിയിലാകും. മറ്റുള്ളവർ തലയാട്ടി. ഡ്രൈവർ മാത്രം ക്വാളിസിലിരുന്ന് ബാക്കിയുള്ളവർ ഹോട്ടലിൻ്റെ മുറ്റത്തേക്ക് ശ്രദ്ധിച്ചു. അവിടെ കെട്ടിപ്പൊക്കിയ ചില ഭാഗങ്ങളിൽ ചെടിച്ചട്ടികളും മറ്റും ഉണ്ടായിരുന്നു. അവയുടെ മറവിലും പടർന്നു പന്തലിച്ചു നിന്നിരുന്ന വാഗയുടെ പിന്നിലുമൊക്കെയായി അവർ നിലയുറപ്പിച്ചു. സമയം കടന്നുപോയി. ഫ്രെഡിയും സംഘവും ഇറങ്ങി വരുന്നത് അവർ കണ്ടു. പക്ഷേ നേതാവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവരുടെയൊപ്പം ജനാർദ്ദന പൈ ഇല്ല. ആരെയൊക്കെയോ ചീത്ത വിളിച്ചുകൊണ്ടായിരുന്നു ആ സംഘത്തിൻ്റെ വരവ്. എന്താണുണ്ടായത്? പൈ രക്ഷപ്പെട്ടോ? അവർക്ക് സംശയം. രോഷത്തോടെ കാറിൽ കടന്നിരുന്ന ഫ്രെഡി ശക്തിയോടെ ഡോർ വലിച്ചടച്ചു. എൻജിൻ മുരണ്ടു. ലൈറ്റുകൾ തെളിഞ്ഞു. ഗേറ്റിന് മുന്നിൽ നിന്ന് ക്വാളിസ് മാറ്റിയിടാൻ നേതാവ് നിർദ്ദേശം നൽകി. ഡ്രൈവർ അങ്ങനെ ചെയ്തു. ഒരു മിസൈൽ കണക്കെ കാർ പാഞ്ഞുപോയി. ബാക്കിയുള്ളവർ റോഡിലേക്ക് വരുന്നതും അവർ കണ്ടു. രാത്രി പിന്നെയും കനത്തു. നേരം പുലരാൻ ഇനി അധികം സമയമില്ല. പതിവ് പോലെ ലേലം വിളിക്കാരൻ അന്ത്രു തുറയിൽ മീൻ ലേലം നടക്കുന്ന ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇനിയിപ്പോൾ വള്ളങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങും. രാത്രി തന്നെ വന്ന് വണ്ടികൾ കാത്തു കേൾക്കുന്നവരുമുണ്ട്. ആദ്യത്തെ ലേലം കൊണ്ട് അവരൊക്കെ എത്രയും വേഗം മടങ്ങും. വൈദ്യുതി ചാർജ് കൂടിയതുകൊണ്ട് ഇപ്പോൾ ഐസ് കമ്പനിക്കാർ ഐസ് നിർമ്മാണം ഏതാണ്ട് നിർത്തിവെച്ച മട്ടാണ്. അതുകൊണ്ട് എത്രയും വേഗം മീൻ അകലെയുള്ള ചന്തകളിൽ എത്തിയില്ലെങ്കിൽ ചീഞ്ഞു പോകും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അന്ത്രു ഒരു ബീഡി കത്തിച്ചു. കടലിൽ വള്ളങ്ങളിലെ റാന്തൽ വിളക്കുകൾ പൊട്ടുപോലെ കാണാമായിരുന്നു. ഇക്ബാൽ മുതലാളിയുടെ ഓഫീസിന് മുന്നിൽ ഒരു ട്യൂബ് ലൈറ്റ് തെളിഞ്ഞു നിൽപ്പുണ്ട്. അന്ത്രു അവിടേക്ക് നടന്നു. വിൽഫ്രഡ് അവിടെയാണ് കിടക്കുന്നതെന്ന് അന്ത്രുവിനറിയാം. അയാൾ കെട്ടിടത്തിന് പിന്നിലെ വരാന്തയിലേക്ക് ചെന്നു. ജെയിംസേ എന്ന് വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു അന്ത്രു. പക്ഷേ മങ്ങിയ വെളിച്ചത്തിൽ അന്ത്രു ഒരു കാഴ്ച കണ്ടു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്. കഥ തുടരും.